ഹായ് മക്കളെ, ഗുഡ് ഈവനിങ്. സാലിം സാറാണ്. വെൽക്കം ടു 5K ഫാമിലി. മക്കളെ, നമ്മൾ ഫിസിക്സിൽ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് നോക്കുന്നത്. പക്ഷെ ഈ ചാപ്റ്ററുകൾ കാണുന്നതിന് മുന്നേ നമ്മുടെ ബേസിക് ആയ കാര്യങ്ങൾ എടുത്തിരുന്നു. ഫിസിക്സിലെ ബേസിക് എടുത്തിരുന്നു. ആ ക്ലാസ് ഫസ്റ്റ് ചെയ്യണമെന്ന് കാണണം. ആരെങ്കിലും ഈ ചാപ്റ്റർ കാണുമ്പോൾ ബേസിക് ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ബേസിക് ക്ലാസ് കാണാം. അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ് കാണാണ് വേണ്ടത്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോ ചാപ്റ്ററിന്റെ പേരെന്താണ്? സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ ശബ്ദ തരംഗങ്ങൾ. ഈ ചാപ്റ്റർ ഫുൾ എടുക്കുന്നുണ്ടോ? ഫുള്ളൊന്നും എടുക്കുന്നില്ല കേട്ടോ. നമ്മൾ എന്തുള്ളൂ, പാർട്ട് 1 മാത്രം എടുക്കുന്നുള്ളൂ. ഓക്കെ ആണല്ലോ? കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. നന്നായി ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ഓക്കെ. അപ്പൊ ചാപ്റ്റർ സൗണ്ട് വേവ്സ് ആണ്. സൗണ്ട് എന്താന്നുള്ളതും വേവ് എന്താന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് പഠിക്കും. പക്ഷെ സൗണ്ടിന്റെ ഒരു ബേസിക് സാധനം എന്തിരുന്നു, ഫസ്റ്റ് പറഞ്ഞിരുന്നു. അത് കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നമ്മൾ ഈ ക്ലാസ് കേൾക്കാം. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ സർ. അങ്ങനെയാണെങ്കിൽ എന്താണ് സൗണ്ട്? ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് സൗണ്ട് ആക്കുക, ഹലോ എന്ന് പറയാം. ഇതിനോട് തൊട്ട് വെക്കുക. അപ്പൊ എന്ത് ചെയ്യും, ഒരു കമ്പൻ ഉണ്ടാവും, വൈബ്രേഷൻസ് ഉണ്ടാവും. വൈബ്രേഷൻ ആണ് എന്ത്, സൗണ്ട്. ഞാൻ എന്റെ ഇവിടെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്റെ ലിപ്പ് വൈബ്രേറ്റ് ചെയ്യും, അവിടുത്തെ നിന്ന് വായു വൈബ്രേറ്റ് ചെയ്യും, അവര് ചെവിയിലേക്ക് വരും, ചെവിന്റെ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, തലച്ചോറിലേക്ക് പോകുമ്പോൾ കേൾക്കും. ഇതാണ് പറഞ്ഞു തന്നിരുന്നത്. അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ അത് കണ്ടില്ലെങ്കിൽ ഫസ്റ്റ് ഇത് കാണണം കേട്ടോ. ഓക്കെ. പിന്നെ അപ്പൊ വൈബ്രേഷൻസ് ആണ് എന്ത്, സൗണ്ട്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇപ്പൊ ഞാൻ കൈയൊട്ടി, എന്താണ് സൗണ്ട് ആയത്, എന്റെ ഈ കൈയും വൈബ്രേറ്റ് ചെയ്തു. ഓക്കെ ആണല്ലോ? ഓക്കെ സർ, മനസ്സിലായി. മനുഷ്യന്മാർ കേൾക്കാൻ പറ്റുക, നമ്മൾ പറഞ്ഞിരുന്നു 20 ഹെഡ്സിനും പിന്നെ 20,000 ഹെഡ്സിനും ഇടയിലുള്ള വീഡിയോ ആണ് കേൾക്കാൻ പറ്റുന്നത് പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? ഓക്കെ സർ, ഞങ്ങൾക്ക് ക്ലിയർ ആണ്, മനസ്സിലായിട്ടുണ്ട്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ, നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ, ശബ്ദതരംഗങ്ങൾ അല്ലെ, സൗണ്ട് വേവ്സ്. അത് ചാപ്റ്ററിന്റെ ഫസ്റ്റ് പേജ് ഇങ്ങനെയാണ്. ഇത് മലയാളം മീഡിയത്തിന്റെ എടുത്തിട്ടുള്ളത്, ഇംഗ്ലീഷ് മീഡിയം നിങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പൊ ശബ്ദതരംഗങ്ങൾ അല്ലെങ്കിൽ എന്താണ്, സൗണ്ട് വേവ്സ് എന്നാണ്. പക്ഷെ അതൊന്നല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ എന്താ നടക്കണടാ, ഇവിടെ ഒരു കുട്ടി ഊഞ്ഞാലാടുന്നുണ്ട്. കുറച്ച് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്, ഊഞ്ഞാലാട്ടിന് കാത്ത് നിൽക്കുകയാണ്. ഇവിടെ ടീച്ചർ എന്തോ പറയുന്നുണ്ട്. ഒരു PT ടൈമാണ്. അപ്പോ ടീച്ചർ കുട്ടികളെ ഊഞ്ഞാലാടുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ക്രമത്തിൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഒരു ഓരോരുത്തർ ഇങ്ങനെ ആടുന്നുണ്ട്. അപ്പൊ ഇവിടെ കുട്ടി പറയുന്നുണ്ട്, ടീച്ചർ ഈ കുട്ടി 10 ആട്ടം കഴിഞ്ഞു, ഇറങ്ങാൻ പറയൂ, എന്റെ ഊയാണെന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ കുട്ടി പറയാണ്, ഇല്ല ടീച്ചറെ, 5 ആട്ടമേ ആയിട്ടുള്ളൂ. അപ്പൊ ടീച്ചർ കറക്റ്റ് കൗണ്ട് ചെയ്യുന്നുണ്ട്. ടീച്ചർ പറയാണ്, ശരിയാണ്, 5 ആട്ടേ ആയിട്ടുള്ളൂ. അപ്പൊ ഈ ആൺകുട്ടിയും പെൺകുട്ടിയും എന്നോട് എന്തോ തെറ്റ് പറ്റിയല്ലോ. അതിന്റെ അപ്പുറത്ത് സർ, ഈ ശബ്ദം പറഞ്ഞ ചാപ്റ്ററിൽ അല്ലെങ്കിൽ സൗണ്ട് പറഞ്ഞ ചാപ്റ്ററിൽ സർ എന്തിനാണ് സർ ഈ ഊഞ്ഞാലിനെ കുറിച്ച് പറയുന്നത്? അത് തമ്മിൽ ബന്ധമുണ്ട്. അതാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നോക്കിക്കോളൂ, ഇവിടെ കുട്ടി എങ്ങനെ ആടിയെന്നോ, ആൺകുട്ടി എങ്ങനെ എണ്ണിയെന്നോ, പെൺകുട്ടി എങ്ങനെ എണ്ണിയത്, ഇവിടെ നിന്ന് തുടങ്ങി എന്ത് ചെയ്തു, അവിടെ പോയി ഇവിടെ എത്തിയപ്പോ 1 2 3 ഇങ്ങനെ എണ്ണി. ആൺകുട്ടി എണ്ണിയതോ ഇവിടെ തുടങ്ങി ഇവിടെ വരെ എത്തിയപ്പോ 1 എണ്ണി. ഇവിടെ എത്തിയപ്പോ എന്ത് ചെയ്തു, 2 എണ്ണി. അങ്ങനെ എണ്ണുവോ? ഇല്ല, നമ്മൾ ഇങ്ങനെ 1 എണ്ണുള്ളൂ. അപ്പൊ അതാണ് മാറ്റം. അതുകൊണ്ടാണ് ഇവിടെ പെൺകുട്ടിയേക്കാൾ ഇരട്ടി എണ്ണം ആർക്ക് കിട്ടിയത്, ആൺകുട്ടി കിട്ടിയത്. അപ്പൊ ശരിക്കും നമ്മൾ ഊഞ്ഞാലാട്ടത്തില് എങ്ങനെ എണ്ണുക, 1 എപ്പോഴും എണ്ണുക, ഇവിടെ തുടങ്ങിക്കുകയാണെങ്കിൽ ഇവിടെ വരെ എത്തണം, അപ്പോഴേ 1 എണ്ണുള്ളൂ. ഓക്കെ. എടാ, ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടില്ലേ, കമ്പനം ചെയ്യല്ലേ, വൈബ്രേറ്റ് ചെയ്യല്ലേ, അപ്പൊ സൗണ്ട് ആകുന്നുണ്ട്. സർ, ഇപ്പം മനസ്സിലായി. അതുകൊണ്ടാണ് ഊഞ്ഞാല് ചാപ്റ്ററിൽ കൊടുത്തത്, സിംഗ് കൊടുത്തത്. ഓക്കെ. അപ്പൊ ഊഞ്ഞാൽ ഇങ്ങനെ ആടുമ്പോ അവിടെ സൗണ്ട് ആകുന്നുണ്ട്. പക്ഷെ നമുക്ക് കേൾക്കാൻ പറ്റില്ല എന്നുള്ളൂ. നമ്മൾ പറഞ്ഞു 20 ഹെഡ്സിനും 20,000 ഹെഡ്സിലും നമുക്ക് കേൾക്കുള്ളൂ. അപ്പൊ അതിനിടയിലുള്ള സൗണ്ട് അല്ല ഉണ്ടാണത്. ഇവിടെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യണൊക്കെ ഉണ്ട്, പക്ഷെ എന്തല്ല, അത് മനുഷ്യന്മാർ കേൾക്കുന്ന സൗണ്ട് ഇല്ല, അത്രേ ഉള്ളൂ. വൈബ്രേഷൻ ചെയ്യാൻ ഇവിടെ നിന്നുണ്ടാകും, സൗണ്ട് ഉണ്ടാകുന്നുണ്ടാവും. അതുകൊണ്ടാണ് ചാപ്റ്ററിൽ എന്ത് കൊടുത്തത്, സിംഗ് കൊടുത്തത്. ഓക്കെ സർ, മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എടാ, ഈ ഊഞ്ഞാലിന്റെ ആട്ടം എന്താണ്, ഇതിനെന്താ പറയുക, ഇതൊരു മോഷനല്ലേ, ഒരു ചലനല്ലേ? ഈ ചലനത്തിന് നമ്മൾ എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോണീന് എന്ത് ചലനം, എന്ത് മോശന? അത് നമ്മൾ ഏതൊക്കെ ചലനം നമുക്ക് ആദ്യമേ അറിയാം. അതാണ് പറയാൻ വേണ്ടി പോണത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോഷൻ അല്ലെങ്കിൽ വിവിധ തരം ചലനങ്ങളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഫസ്റ്റ് പറയുന്നുണ്ട് സ്ട്രൈറ്റ് ലൈൻ മോഷൻ, നേർരേഖാ ചലനം. എന്താ നേർരേഖാ ചലനം എന്ന് പറഞ്ഞാല്, നേർരേഖ ചലനം മാത്രമേ ഉള്ളൂ. ഒരു സ്ട്രൈറ്റ് ആയ റോഡ്, അതിലൊരു കുട്ടി എന്ത് ചെയ്യാണ്, നടന്ന് നീങ്ങാണ്, ഇങ്ങനെ നേരെ പോവാണ്. നേർരേഖയിൽ പോവുകയാണെങ്കിൽ നേർരേഖാ ചലനം അല്ലെങ്കിൽ എന്ത് പറയും, സ്ട്രൈറ്റ് ലൈൻ മോഷൻ എന്ന് പറയും. സർ, മനസ്സിലായി. അത്രേ ഉള്ളൂ. നേരെ പോവുകയാണെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ മോഷൻ എന്ന് പറയും. ഓക്കെ. പിന്നെ എടാ, ഒരു ടയർ ഇങ്ങനെ കറങ്ങാണ്, അതെന്ത് പറയും, സർക്കുലാർ മോഷൻ, വൃത്താകൃതിയിൽ കറങ്ങാം അല്ലേ, അല്ലെങ്കിൽ വർത്തുല ചലനം എന്ന് പറയും. മലയാളത്തിൽ എന്ത് പറയും,
വർത്തുല ചലനം. ഇപ്പൊ ഈ ബോൾ തന്നെ ഇതന്നെ ഞാൻ ഇത് ഊഞ്ഞാലാണ് സങ്കല്പിച്ചോളൂ, ഇങ്ങനെയാണ് വിചാരിച്ചോളൂ. ഇത് ഊഞ്ഞാല് മനസ്സിലാൻ വേണ്ടി ഞാൻ കൊടുത്താണ് നിങ്ങൾക്ക്. ഊഞ്ഞാൽ ഇങ്ങനെയല്ല, പക്ഷെ ഊഞ്ഞാലിന്റെ ആട്ടം കിട്ടുന്നുണ്ടല്ലോ, ഉണ്ട്. സോറി, നമ്മൾ എത്തിയിട്ടില്ല. നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, അങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ലേ, ഊഞ്ഞാലിന്റെ അതേ മോശം കിട്ടുന്നുണ്ടല്ലോ, ആസർ കിട്ടുന്നുണ്ട്. അതിനാണ് ഇത് ഉണ്ടാക്കി കിട്ടോ, മനസ്സിലാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ, ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ആട്ടും, ഊഞ്ഞാൽ ആടുന്ന പോലെയല്ല, ഇങ്ങനെ ആട്ടാണ്. ഇതെന്താണ്, ഒരു സർക്കുലർ മോഷൻ ആണ്, അല്ലെ വർത്തുല ചലനമാണ്, ഇതാണ് വർത്തുല ചലനം. അല്ലെങ്കിൽ നോക്കിക്കോളൂ, നമ്മുടെ സൂര്യൻ, ഇതാണ് നമ്മുടെ സൂര്യൻ, സോറി ഇതാണ് നമ്മുടെ സൂര്യൻ. ഈ സൂര്യന് ആര് ചുറ്റുന്നുണ്ട്, നമ്മൾ എർത്ത്, ഭൂമി ചുറ്റുന്നുണ്ട്, ഇല്ലേ? അപ്പോ ഈ ഭൂമി ഇങ്ങനെ ചുറ്റുമ്പോ എന്താണ്, സർക്കുലർ മോഷൻ ആണ്, അല്ലെങ്കിൽ വർത്തുല ചലനാണ്. ആൻസർ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എന്താ, പീരിയോഡിക് മോഷൻ അല്ലെങ്കിൽ ആനുകാലിക ചലനം എന്താണ്, റിപ്പീറ്റഡ് മോഷൻസ് ഒക്കെ എന്താണ്, ആനുകാലിക ചലനാണ്. ഇപ്പൊ ഈ ഭൂമി ഇങ്ങനെ കറങ്ങി വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കും, ഇല്ലേ? ഉണ്ട്. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന മോഷൻ ഒക്കെ എന്താണ്, പീരിയോഡിക് മോഷൻ ആണ്. അപ്പൊ സർ ഇതൊരു സർക്കുലർ മോഷൻ അല്ലേ, ആണ്. പീരിയോഡിക് മോഷൻ ആണോ, ആനുകാലിക ചലനമാണോ? അതുമാണ്, രണ്ടുമാണ്. ഇപ്പോ സൈക്കിളിന്റെ പെഡല് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്ത് ചെയ്യും, ഇതാവും, അത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യല്ലേ, എന്താണ്, റിപ്പീറ്റഡ് മോഷൻ എന്താണ്, പീരിയോഡിക് മോഷൻ ആണ്, സർക്കുലർ മോഷനുമാണ്. അപ്പൊ റിപ്പീറ്റഡ് മോഷൻ ആയാൽ റിപ്പീറ്റ് ചെയ്താൽ മതി, എന്തേ കാര്യം, പീരിയോഡിക് മോഷനെ കാര്യം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ സർ, ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഊഞ്ഞാലിന്റെ ചലനം ഏത് മോഷനാ, ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലേ സർ? ആ സർ, ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ആനുകാലിക ചലനല്ലേ? ആണ്. പീരിയോഡിക് മോഷൻ അല്ലേ? ആണ്, പീരിയോഡിക് മോഷൻ ആണ്. അതിപ്പോ സർക്കുലർ മോഷൻ എന്താണ്, ഒരു പീരിയോഡിക് മോഷൻ അല്ലേ, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യല്ലേ? ആണ്. പക്ഷെ ഇത് സെപ്പറേറ്റ് ഇതിന് പീരിയോഡിക് മോഷൻ അല്ല വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? പറ്റും. ഇതിനെ പറയുന്ന പേരാണ്, ഇവിടെ പറയുന്നുണ്ട്, ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, വാട്ട് ടൈപ്പ് ഓഫ് ദി മോഷൻ ഡസ് ദ സിംഗ് ഹാവ്? ഊഞ്ഞാലിന്റെ ചലനം ഏത് തരമാണ്? ദോലനമാണോ, സോറി ദോലനമാണോ, അല്ലെങ്കിൽ ഓസിലേറ്ററി ആണോ? സർ ഓസിലേറ്ററി പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല, പഠിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സർക്കുലർ മോഷൻ ആണോ, വർത്തുലാണോ? അല്ല സർ, വർത്തുളല്ല, കറങ്ങല്ല, വട്ടത്തിലല്ല. അപ്പൊ പിന്നെ എന്തേ കാര്യം, ഓസിലേറ്ററി ദോലനമായിരിക്കും. അപ്പൊ ഈ ദോലനം പറഞ്ഞാൽ എന്താ? ദോലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഒരിക്കലും ഊഞ്ഞാലായിട്ട് സങ്കല്പിച്ചൂടെ? ആശയം സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നതിന് ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ്, ആടാതെ ഇങ്ങനെ നിൽക്കൂലേ, ഈ ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എന്തെങ്കിലും അറിയോ? ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ തുലനസ്ഥാനം. ഈ ഒരു പോയിന്റ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഇങ്ങനെ നിൽക്കുന്ന ഈ പോയിന്റ് വിളിക്കുന്ന പേരാണ് തുലനസ്ഥാനം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പൊ ഈ ഇക്വിലിബ്രിയം പൊസിഷനെ ആസ്പദമാക്കി അങ്ങോട്ട് ഇരുവശത്തേക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിക്കുകയാണെങ്കിൽ ഈ ഒരു ചലനത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓസിലേറ്ററി മോഷൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ദോലനം. ഇതാണ് ദോലനം. അപ്പോ എന്താണ് ദോലനം? ഇതാണ് ദോലനം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യുക. ഈ കൂടെ അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ ആണ് ഇത്. ഇതിനെ ആസ്പദമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ടും പിന്നോട്ടും. ഇംഗ്ലീഷിൽ പറയുന്ന കാര്യം ടു ആൻഡ് ഫ്രോ മോഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബാക്കിലും മുന്നോട്ടും ഇങ്ങനെ ചലിക്കുക. ഈ മോഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ. അപ്പൊ സർ ഇവിടെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ ആൻസർ എന്തേ കാര്യം? ഓസിലേറ്ററി ആണ് അല്ലെങ്കിൽ ദോലനമാണ്. സെറ്റ് ആണല്ലോ? ഓക്കെ, ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഓസിലേഷൻ ദോലനം പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചു. ഇതാണ് ഇതിന് ഊഞ്ഞാല്, നമ്മൾ സ്ട്രിങ് കെട്ടി, ഇതാണ് കയറ്. ഞാൻ എന്ത് ചെയ്യണം? ഊഞ്ഞാലും ഒക്കെ വരക്കാൻ വേണ്ടി പറ്റൂല. ഞാൻ അതിനാണ് എന്ത് ചെയ്ത് ഊഞ്ഞാലുടെ കാണിച്ചിന് വേണ്ടി പറ്റൂല. അതുകൊണ്ട് ഇത് കൊടുത്തത് ഊഞ്ഞാലിന്റെ പോലെ മോശം കിട്ടുന്ന ഒരു സാധനം ഞാൻ ഉണ്ടാക്കിയതാണ്. ഓക്കെ, അങ്ങനെയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലനം. ഇതാണ് എന്ത്? ഓസിലേറ്ററി മോഷൻ അല്ലെങ്കിൽ ദോലന ചലനം. അങ്ങനെയാണ് ഇത് അവിടെ വരക്കുന്നുണ്ട്. ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുക. ഇതാണ് ഈ പോയിന്റ്. ഇപ്പൊ വരച്ച പോയിന്റ് ഇതാണ്. ഇങ്ങനെ ഫ്രീ ആയി നിൽക്കുകയാണെങ്കിൽ ഈ പോയിന്റ് ആണെന്ത്? ഇക്വിലിബ്രിയം പൊസിഷൻ. സർ പറഞ്ഞു എന്താണ് മക്കളെ? ഇക്വിലിബ്രിയം പൊസിഷൻ. ഞാൻ ചെറുതാക്കി എഴുതുന്നു കേട്ടോ. ഇക്വിലിബ്രിയം പൊസിഷൻ, ഇക്വിലിബ്രിയം പൊസിഷൻ. അല്ലെങ്കിൽ എന്ത് പറഞ്ഞു? തുലനസ്ഥാനം. എന്താണ്? തുലനസ്ഥാനം. ഓക്കെ സർ, മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ സർ തുലനസ്ഥാനം ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോവില്ല, ഇങ്ങനെ മൂവ് ചെയ്യില്ല. ആ സർ മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യണം. ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ ഇവിടെ വരക്കുന്നുണ്ട്. ജസ്റ്റ് നോക്കട്ടോ, ഞാൻ ഇവിടെ വരക്കുന്നുണ്ട്. അങ്ങനെ മൂവ് ചെയ്ത് എന്ത് ചെയ്യും? അത് ഇവിടെ എത്തും. ഇങ്ങനെ മൂവ് ചെയ്ത് ഇതും അത് ഇവിടെ എത്തും അല്ലെ? അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിക്കും, ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിക്കുന്നതാണ് കാണിക്കുന്നത്. ഓക്കെ സർ, അപ്പോ ഈ ഒരു ചലനം വിളിക്കുന്ന പേരാണ് ദോലനം അല്ലെങ്കിൽ ഓസിലേറ്ററി മോഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നുണ്ട് എന്താണ് ദോലനം. നല്ലോണം ശ്രദ്ധിക്കട്ടോ. ഓസിലേഷൻ ഈസ് ദ പീരിയോഡിക് മോഷൻ. ഇതൊരു പീരിയോഡിക് മോഷൻ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പീരിയോഡിക് ആണ്. ആ സർ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ വിച്ച് ആൻ ഒബ്ജക്ട്, ഊഞ്ഞാലാകണമെന്നില്ല, അപ്പൊ പന്തു ആണില്ലേ, എന്തൊരു ഒബ്ജക്ട് എന്ന വസ്തു, ഏത് വസ്തുവും മൂവ്സ്, അത് മൂവ് ചെയ്യും. എങ്ങനെ? നല്ല ശ്രദ്ധിക്കണം. ടു ആൻഡ് ഫ്രോ, മുന്നോട്ടും പിന്നോട്ടും ചലിക്കുക. അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് വരിക, അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് വരിക. അതിനാണ് ടു ആൻഡ് ഫ്രോ എന്ന് പറയാം. ടു ആൻഡ് ഫ്രോ അറ്റ് റെഗുലർ ഇന്റർവെൽ, ഒരു കൃത്യമായ ഇടവേളകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്ത് ചെയ്യുക? ചലിക്കുക. ഓക്കെ,
ഇന്റർവെൽ ഓഫ് ടൈം അബൌട്ട് ഇറ്റ് ഇക്വിലിബ്രിയം പൊസിഷൻ, അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ ആസ്പദമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിനെ വിളിക്കുന്ന പേരാണെന്ത്? ഓസിലേഷൻ. എന്താ പറയുന്നത്? ഒരു വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് എന്ത്? ദോലനം. അപ്പോ എക്സാം ചോദിക്കും എന്താണ് ഒരു ദോലനം? മനസ്സിലാക്കണം. എന്താ ഒരു ദോലനം? ഒരു വട്ടം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരിക, ഇതാണ് ഒരു ദോലനം. ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് വിചാരിച്ചോട്ടോ. ഒരു ദോലനം, രണ്ട് ദോലനം, മൂന്ന് ദോലനം, അല്ല ഒരു ഓസിലേഷൻ, രണ്ട് ഓസിലേഷൻ, മൂന്ന്. അപ്പൊ ഇങ്ങനെ പോയി ഇങ്ങോട്ട് തന്നെ എന്ത് ചെയ്യും? ഒരു ഓസിലേഷൻ എന്ന് പറയും. അപ്പൊ സർ അത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലോ? അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പോയി ഇവിടെ ഒരു ദോലനം. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പൊ സർ സെന്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലോ? സെന്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ പോയി തിരിച്ച് ഇങ്ങോട്ട് തന്നെ എത്തി, അങ്ങോട്ട് പോകണമല്ലോ, അങ്ങോട്ട് പോയി പിന്നെ ഇങ്ങോട്ട് തന്നെ എത്തണം. അപ്പോഴാണ് ഒരു ദോലനം. മനസ്സിലായോ? അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് പോയി പിന്നെ ഇങ്ങോട്ട് തന്നെ എത്തി, പിന്നെ അങ്ങോട്ട് പോയി പിന്നെ ഇങ്ങോട്ട് തന്നെ എത്തണം. അപ്പോൾ ഒരു ദോലനം സെന്ററിൽ നിന്നാണെന്നുണ്ടെങ്കിൽ. ഓക്കെ സർ, മനസ്സിലായി? ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? സെറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നന്നായി മനസ്സിലാക്കുക. ഒരു പിക്ചർ കാണുന്നുണ്ടാകും. ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. നമ്മുടെ ഊഞ്ഞാലാണ്, ഊഞ്ഞാലിന്റെ പിക്ചറാണ് കേട്ടോ. ഊഞ്ഞാലിന്റെ പലകയാണിത്, മരത്തടിയാണിത്. ഓക്കെ സർ. അപ്പൊ ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതാണ് എന്ത്? അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, തുലനം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സ്ഥലം, തുലന സ്ഥാനം, അല്ലെങ്കിൽ നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷൻ. എപ്പോഴും ഊഞ്ഞാൽ ഇങ്ങനെ നിൽക്കുക ആണ് സർ, എപ്പോഴും ഇങ്ങനെ നിൽക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഊഞ്ഞാലിൽ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ കൊണ്ടുപോകും ഇങ്ങോട്ട്, അല്ലേ? അപ്പൊ ഇവിടെ തുലനം ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നതാണ് ഇവിടെ നിന്നാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഫ്രീ ആയി നിൽക്കുന്ന സ്ഥലം. ഊഞ്ഞാൽ ഇങ്ങനെ വെക്കും, നമ്മൾ ഫ്രീ ആക്കി ഇട്ടാൽ ഇല്ല, ഇങ്ങനെ വെക്കും. അതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ തുലന സ്ഥാനം. ഓക്കെ, അപ്പൊ ഇതാണ് തുലന സ്ഥാനം, അല്ലേ? അപ്പൊ തുലന സ്ഥാനത്ത് ഇവിടെ അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ നിങ്ങളുടെ ഡിസ്റ്റൻസ്, അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. രണ്ടും കാണിക്കണം. മനസ്സിലാവുണ്ടല്ലോ? സെറ്റാണോ? ഓക്കെ. അപ്പൊ നോക്കിക്കോളൂ, തുലന സ്ഥാനം ഇതാണ്. മനസ്സിലായി? അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിക്കുണ്ടെന്ന് മനസ്സിലായി. ആ ഒരു പിക്ചറാണ് ഇവിടെ കാണിച്ചത്. ഓക്കെ, അങ്ങനെയാണ്. നോക്കിക്കോളൂ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒബ്സർവ് ദ ഡയഗ്രാം ഷോയിങ് ദ മോഷൻ ഓഫ് സിങ്ക്. വാട്ട് ഈസ് ദ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദ സിങ്ക് വെൻ ഇറ്റ് സ്റ്റാർട്ട് ഓസിലേറ്റിംഗ് ഫ്രം ദ ഫ്രീ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ? സർ മനസ്സിലായാലും ഒന്നും പറഞ്ഞു മലയാളം വായിക്കുമ്പോൾ മനസ്സിലാവും. ഊഞ്ഞാല് ചലനത്തെ സൂചിപ്പിക്കുന്ന രേഖാചിത്രം നിരീക്ഷിക്കൂ. ഇതിങ്ങനെ നിരീക്ഷിക്കാനാണ് പറഞ്ഞത്. നോക്കുക, എന്നിട്ട് പറഞ്ഞു ഊഞ്ഞാൽ സ്വതന്ത്രാവസ്ഥയിൽ നിന്നും, സ്വതന്ത്രാവസ്ഥ എന്നാൽ ഫ്രീ ആയിട്ട് നിൽക്കുക, ഈ അവസ്ഥയിൽ നിന്നും ദോലനം ആരംഭിക്കുക. ഇവിടെ നിന്ന് തുടങ്ങുക, ഇങ്ങനെയല്ലേ പോവുക. ദോലനം ആരംഭിക്കുന്ന സ്ഥാനം ഇവിടെ നിന്ന് നമ്മൾ എപ്പോഴും ഊഞ്ഞാൽ ഇങ്ങനെ ഫ്രീ ആക്കി ഇടുക. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക ദോലനം. ഇവിടെ നമ്മൾ അങ്ങോട്ട് ഊഞ്ഞാൽ വലിച്ചോണ്ട് പിന്നെ നമ്മൾ ആടുക. അപ്പൊ ഇവിടെ നിന്നാണ് ദോലനം സ്റ്റാർട്ട് ചെയ്യുക, അങ്ങോട്ട് പോയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതിന് ദോലനം ആരംഭിക്കുന്ന സ്ഥാനം തുലന സ്ഥാനം പറയില്ലേ? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ഈ ചിത്രത്തിൽ? ഏതാണ്? എടാ തുലന സ്ഥാനം പറഞ്ഞ എവിടെയാണ്? നമ്മൾ പറഞ്ഞു ഇക്വിലിബ്രിയം പൊസിഷൻ എവിടെയാണ്? ഇവിടെയാണ്, ഇതാണ്. അപ്പൊ ആൻസറിൽ ഉണ്ടാകും എന്ത്? ഓ. ഇവിടെ അടയാളപ്പെടുത്തി ഓ എന്നല്ലേ, അതുകൊണ്ട് ആൻസർ എന്താണ് ഇവിടെ? ഓ എന്നാണ്. ഓക്കെ സർ, ക്ലിയർ ആണ്, സെറ്റാണ്, മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പിക്ചർ ഇങ്ങോട്ട് ഒന്നും കൂടി വരക്കുന്നുണ്ട്. നോക്കിക്കോട്ടോ, ആ പിക്ചർ ഇങ്ങോട്ട് വരക്കുന്നുണ്ട്. ഇതാണ് തുലന സ്ഥാനം. മാക്സിമം അങ്ങോട്ട് പോകും ഒരു ഭാഗത്തേക്ക്, മാക്സിമം ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ടും വരും, അല്ലേ? ഈ ഒരു ഡിസ്റ്റൻസ് ഇങ്ങനെ കാണിക്കണം ഇവിടെ. ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസിനെ എ എന്ന് കാണിച്ചു, ഈ ഡിസ്റ്റൻസിന് എ എന്ന് കാണിച്ചു, ഇതിന് ഇത് ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് കാണിച്ചു, ഒ എന്ന് കാണിച്ചു, ബി എന്ന് കാണിച്ചു. ക്ലിയർ ആണല്ലോ? ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇൻ ദ ഫിഗർ വാട്ട് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ? എന്താ പറയുന്നത്? ചിത്രത്തിൽ തുലന സ്ഥാനത്തിൽ നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം എത്ര? എന്താ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്? കളർ മാറ്റുന്നുണ്ടെന്നാലേ കാണുള്ളൂ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താടാ? അത് മനസ്സിലാക്കണം. എന്താണ് സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് തുലന സ്ഥാനം സ്റ്റാർട്ട് ചെയ്യുന്നത്? എവിടെ തുലനം ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്? ഇവിടുന്നല്ലേ? ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും തുടങ്ങുകയാണ്. ഒരു വശത്തെ ഏത് വശത്തേക്കാണ് നീങ്ങുന്നത്? ഈ വശത്ത് കാണുന്നുണ്ടെങ്കിൽ ഒരു വശത്തേക്കുള്ള മാക്സിമം ഡിസ്റ്റൻസ്, ചിത്രത്തിൽ ഒരു വശത്തേക്കുള്ള മാക്സിമം ദൂരം, ആ ദൂരമാണെന്ത്? സ്ഥാനാന്തരം. സ്ഥാനാന്തരം പറഞ്ഞു കഴിഞ്ഞാല് ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ഏറ്റവും ചെറിയ ദൂരം, അത് ഇങ്ങനെ ഒന്നും പോകണ്ട, അളക്കണ്ട, നേരെ അളക്കുന്ന ദൂരം, അതാണ് സ്ഥാനാന്തരം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഈ ഒരു ദൂരം എത്രയാണ്? അല്ലെങ്കിൽ ഇവിടുന്ന് ഈ വശത്തേക്കുള്ള ദൂരം എത്രയാണ്? രണ്ടും എന്താണ്? സെയിം അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ട് മാക്സിമം പോണത്, ഇവിടുന്ന് തുലന സ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ട് പോണതും അല്ലെങ്കിൽ തുലന സ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ട് പോകണം എന്താണ്? ഒരേപോലെ അല്ലേ? ആണ് സർ. അപ്പൊ ഈ ഒരു ദൂരമാണെന്ത്? സ്ഥാനാന്തരം. അത് എത്ര? ഇവിടെ എത്ര കാണിച്ചത്? എ എന്നല്ലേ? അപ്പൊ ആൻസറിൽ എന്തേ കാര്യം? എ ആണ്. ഓക്കെ സർ, ക്ലിയർ ആണ്, സെറ്റാണ്, മനസ്സിലാവുന്നുണ്ട്.
ഞങ്ങൾക്ക് ഓക്കെ ആണ്. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് സിമ്പിൾ പെൻഡുലം? എടാ നമുക്ക് എല്ലാ ഫിസിക്സിന്റെ എല്ലാ കാര്യത്തിലും ഊഞ്ഞാല് പറയാൻ പറ്റുമോ? പല രാജ്യത്തും പല കോലത്തിലേറെ ഊഞ്ഞാല്. അപ്പൊ ഫിസിക്സുകാർ തീരുമാനിച്ചു ഊഞ്ഞാല് തന്നെ കാണിക്കാൻ വേണ്ടിട്ട് ഒരു സാധനം ഉണ്ടാക്കി. ഒരു സ്റ്റാൻഡ്. എന്റെ കൈ സ്റ്റാൻഡാണ് വിചാരിച്ചോളൂ. എന്റെ കൈ എന്ത് ചെയ്താ സ്റ്റാൻഡാണെന്ന് വിചാരിക്കുക. എന്റെ കൈ സ്റ്റാൻഡാണ് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കട്ടോ, നന്നായി ശ്രദ്ധിക്കട്ടോ, നന്നായി ശ്രദ്ധിക്കുക. എന്റെ കൈ എന്താണ്? സ്റ്റാൻഡാണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താ? ചരടാണ്. മനസ്സിലാവുണ്ടല്ലോ? ഇത് ചരട്. ഈ ചരടുമ്പോ എന്ത് ചെയ്തു? ഞാൻ ചെറിയൊരു മെറ്റൽ, ഇവിടെ പ്ലാസ്റ്റിക് ആണ്, ഒരു മെറ്റലിന്റെ ബോൾ ഇങ്ങനെ തൂക്കിയിടും. ആ ഒരു സെറ്റപ്പിന് വിളിക്കുന്ന പേരാണ് എന്ത്? സിമ്പിൾ പെൻഡുലം. സിറാ എന്തിനാ പോയി ഉണ്ടാക്കുന്നത്? എടാ നമുക്ക് ഊഞ്ഞാല് പറയാൻ പറ്റും ഇല്ല, നമ്മള് സിംഗൊന്നും ഇനി പറയില്ല. നമ്മളെന്ത് പറയുള്ളൂ? ഫിസിക്സ് ആയിട്ട് ഉണ്ടാക്കിയ സാധനം, ആ മോഷൻ, ടു ആൻഡ് ഫ്രോ മോഷൻ, ദോലനം കാണാൻ അല്ലെങ്കിൽ ഓസിലേഷൻ കാണാൻ നമ്മൾ ഫിസിക്സ് ആയിട്ട് ഉണ്ടാക്കിയ സാധനം, അതാണെന്ത്? സിമ്പിൾ പെൻഡുലം. എന്തൊക്കെയാ വേണ്ടത്? ഇവിടെ പറയുന്നുണ്ട് ടൈ എ ബോബ്. ബോബ് എന്ന് പറഞ്ഞാൽ ഈ സാധനം, ഈ പന്ത്, ഈ ബോള്, മെറ്റൽ ബോഡി ഉണ്ടല്ലോ, ഈ ബോൾ കേട്ടോ, അതാണ് ബോബ്. ടൈ എ ബോബ്, ബോബ് കെട്ടുക. എ സ്ട്രിങ് ഹാൻഡ്, അത് തൂക്കിയിടുക. ഓൺ എ സ്റ്റാൻഡിൽ തൂക്കിയിടുക. ദിസ് സിസ്റ്റം ഈസ് കോൾഡ് സിമ്പിൾ പെൻഡുലം. ആ ഒരു അവസ്ഥയാണ് എന്ത്? സിമ്പിൾ പെൻഡുലം. ആ ഒരു സെറ്റപ്പാണ് സിമ്പിൾ പെൻഡുലം. അല്ലെങ്കിലോ ഒരു ബോബ് ചരടിൽ കെട്ടി സ്റ്റാൻഡിൽ തൂക്കിയിടുക. ഈ സംവിധാനമാണ് സിമ്പിൾ പെൻഡുലം. ഇതാ ഇവിടെ ഒരു സ്റ്റാൻഡ്, ഇതാ ഇവിടെ ഒരു കയറ്, ഇതാ ഇവിടെ ഒരു ബോബ്, പന്ത്, ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഊഞ്ഞാല് പറയേണ്ട ആവശ്യമില്ല. ഇനി സിമ്പിൾ പെൻഡുലം ആലോചിച്ചാൽ മതി. ഓക്കെ സർ, ക്ലിയർ ആണ്, സെറ്റ് ആണ്, മനസ്സിലാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ കാര്യം പഠിക്കാൻ വേണ്ടി പോവാണ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ്? എന്താണ് ആംപ്ലിറ്റ്യൂഡ് പറഞ്ഞാല്? അപ്പൊ നോക്കിക്കോളൂ, സിമ്പിൾ പെൻഡുലം എടുത്തല്ലോ, സിമ്പിൾ പെൻഡുലം മനസ്സിലായിക്കൂടെ? മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ ഞാനിത് ഇങ്ങനെ ആട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യൂലേ? അങ്ങനെ മൂവ് ചെയ്യും. അപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് മാക്സിമം മൂവ് ചെയ്യും, പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് മാക്സിമം മൂവ് ചെയ്യും. പക്ഷേ ഈ തുലന സ്ഥാനം പറഞ്ഞതല്ലേ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ഏതെങ്കിലും ഒരു വശത്തേക്കുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, ഈ ദൂരം, അതാണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആയതി. സർ മനസ്സിലായി പറഞ്ഞു. അത് തുലനസ്ഥാനത്തല്ലേ? തുലനസ്ഥാനത്ത് നിന്നും ഒരു വശത്തേക്കുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, മാക്സിമം എത്ര ദൂരം പോകുമോ ഒരു വശത്തേക്ക്, അല്ല ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര പോകുമോ ആ ദൂരം, ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ഇങ്ങോട്ടുള്ള ദൂരമാണെന്ത്? ആംപ്ലിറ്റ്യൂഡ്. ചിത്രം വരച്ച് കാണിച്ചു തരാം. ഇതാ ഇവിടെ നോക്കിക്കോളി, ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഈക്വിലിബ്രിയം പൊസിഷൻ ഒരു ഭാഗത്തേക്കുള്ള മാക്സിമം ഡിസ്റ്റൻസ്, മാക്സിമം പോയിന്റ്, ആ ദൂരമാണ്, ഈ ദൂരമാണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ്. എന്താണ്? ആ ദൂരമാണെന്ത്? ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് നമ്മൾ സ്മോൾ ലെറ്റർ എ കൊണ്ട് സൂചിപ്പിക്കും. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ദൂരമാണെന്ത്? ആംപ്ലിറ്റ്യൂഡ്. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയാക്കാരം? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടുമ്പോ ഇത് ഇവിടുന്ന് ആട്ടാണ് കേട്ടോ, ഇതുവരെ വരുന്നുണ്ട്, ഇതുവരെയാണ് വരുന്നത്. അപ്പൊ ഇക്വിലിബ്രിയം പൊസിഷൻ എവിടെയാണ്? ഇവിടെയാണ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മാക്സിമം, ഈ ഒരു ദൂരത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ്. സർ മനസ്സിലായി. അപ്പൊ നോക്കിക്കോളൂ, ഇവിടെ പറയുന്നുണ്ട് ദ മാഗ്നിറ്റ്യൂഡ് മാക്സിമം. നോക്കിക്കോട്ടോ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. മാഗ്നിറ്റ്യൂഡ് പറഞ്ഞതാണ് അളവ്, അത്ര അർത്ഥമുള്ളൂ കേട്ടോ, ഒരു അളവ്. ഇപ്പൊ നമ്മൾ 6 പറയുകയാണെങ്കിൽ 6, 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 മാഗ്നിറ്റ്യൂഡ്, സെന്റിമീറ്റർ യൂണിറ്റ് ആണ്, മാഗ്നിറ്റ്യൂഡ് ആണ് അളവ്. അപ്പൊ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, അതായത് ഒരു വശത്തേക്ക് പോയ മാക്സിമം അളവ് അല്ലെ, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് വൺ സൈഡ്, ഒരു ഭാഗത്തേക്ക്. എവിടുന്ന്? ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ, അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ ഒരു വശത്തേക്കുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ്. അതാണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ്. ഈ ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ പ്രവേഗം, വെലോസിറ്റി കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടാവും, വി കൊണ്ട് സൂചിപ്പിക്കും, ടൈം ടി കൊണ്ട് സൂചിപ്പിക്കും. അതേപോലെ ആംപ്ലിറ്റ്യൂഡിന്റെ സിമ്പിൾ എന്താടാ? ആംപ്ലിറ്റ്യൂഡിന്റെ സിമ്പിൾ ആണ് സ്മോൾ ലെറ്റർ എ. അതിന്റെ SI യൂണിറ്റ്. എടത് എങ്ങനെ അളക്കുക? ഞാനിപ്പോ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരല്ലേ, ദൂരം എന്തെങ്കിലും അളക്കുക, എപ്പോഴും അളക്കുള്ളൂ? മീറ്ററില്. സെന്റിമീറ്ററിലാണോ? ഇല്ല, നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, അളവുകളും യൂണിറ്റുകൾ പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് ചെറിയ ക്ലാസ്സുകളിൽ. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ ദൂരം അളക്കുക എന്തിലാണ്? കിലോമീറ്ററിൽ അളക്കാം, സെന്റിമീറ്ററിൽ അളക്കാം. പക്ഷെ നമ്മൾ സാധാരണ ഫിസിക്സ് നമ്മൾ എന്തിലളക്കാറ്? എന്തിലാ പറയാറ്? മീറ്ററിലാണ്. എന്താണ്? മീറ്ററിലാണ്. അവിടെ മനസ്സിലായില്ലേ? എടാ നമ്മൾ ഈ അളവ് അളക്കേ, ഇവിടെ നിന്നുള്ള ദൂരം അളക്കണ്, ദൂരം എപ്പോഴാണ് എന്തിൽ അളക്കുക? മീറ്റർ, സെന്റിമീറ്റർ, കിലോമീറ്റർ ആണ്. പക്ഷെ ഫിസിക്സിൽ SI യൂണിറ്റ്, സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഏതാണ്? മീറ്ററിന്. അപ്പൊ ഈ ആംപ്ലിറ്റ്യൂഡ് അളക്കം എന്തിലാണ്? മീറ്ററിലാണ്. അതോട് പറഞ്ഞത്. ഓക്കെ സർ മനസ്സിലായി. തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിന്റെ അളവാണ് ആയതി. ക്ലിയർ ആണല്ലോ? എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ആയതിനാൽ യൂണിറ്റ് ആയതിയുടെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. സെറ്റ് ആണോ? ക്ലിയർ ആണോ? ഓക്കെ സർ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ, ഗീവ് മോർ എക്സാമ്പിൾസ് ഓഫ് ഓസിലേറ്ററി മോഷൻ. ഈ ഓസിലേറ്ററി മോഷൻ ഊഞ്ഞാല് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ സിമ്പിൾ പെൻഡിൽ മാത്രമല്ല. ഒരു ക്ലോക്കിലെ എന്ത് ചെയ്യാണ്?
പെൻഡുലം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടൂലേ, ഈ വെന്റിലും കണ്ടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടൂലേ, യെസ് ആടും. അതെന്താണ്? ഒരു ഓസിലേഷൻ ആണ്, ദോലനമാണ്. ഓക്കെ സർ. ഊഞ്ഞാലോട് പറഞ്ഞു, ഊഞ്ഞാൽ എന്താണ്? ഒരു ഓസിലേഷൻ ആണ്, ദോലനമാണ്. പിന്നെ ട്യൂണിങ് ഫോർക്ക് ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ അടിച്ചാൽ എന്ത് ചെയ്യും? സാധനം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകണം. എന്താണ്? ട്യൂണിങ് ഫോർക്ക് കണ്ടില്ല, സൗണ്ട് ഇങ്ങനെ ഉണ്ടാവും, ചെറിയ ക്ലാസ്സിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും. അതെന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോവല്ലേ, ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലേ, മുന്നോട്ട് ചലിക്കല്ലേ, അതെന്താണ്? ഓസിലേഷൻ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗിറ്റാറിന്റെ സ്ട്രിങ് എന്ത് ചെയ്യും? അത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യണം. അതെന്താണ്? ഓസിലേഷൻ ആണ്, അല്ലെങ്കിൽ ദോലനമാണ്. ഇവിടെ പറയുന്നുണ്ട് പെൻഡുലം ഓഫ് എ ക്ലോക്ക് അല്ലേ, ഘടികാരത്തിലെ പെൻഡുലം മുന്നോട്ടും നീങ്ങുന്നത്. സിംഗ് ഇൻ എ പാർക്കിലെ ഊഞ്ഞാലാടുമ്പോൾ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനം. ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനം. പിന്നെ എന്താ പറഞ്ഞത്? വൈബ്രേറ്റിംഗ് ട്യൂണിംഗ് ഫോർക്ക്, അല്ലെന്ന് പറഞ്ഞു ട്യൂണിംഗ് ഫോർക്കിന്റെ ആവർത്തന ചലനം. ഓക്കെ സർ. പിന്നെ ഗിറ്റാർ സ്ട്രിംഗ് വെൻ പ്ലക്കഡ്, പ്ലക്കറിനെ പറിച്ചെടുക്കല്ല, അതിങ്ങനെ എന്ത് ചെയ്യുക? വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുക. ഗിറ്റാറിൽ കൈ തട്ടിയപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ചെറിയുണ്ട്. ഗിറ്റാറിന്റെ ഇവിടെ ഞാൻ മാറ്റി തരാം കേട്ടോ, അതൊക്കെ മാറ്റി തരാം നോക്കിക്കോളൂ. ഇതിങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? വെട്ടാം. ഗിറ്റാറിന്റെ കമ്പിയിൽ കൈകൊണ്ട് തട്ടുമ്പോൾ മുന്നോട്ടും അല്ലെങ്കിൽ എന്ത് വേണ്ട, തട്ടുമ്പോൾ ഉണ്ടാകുന്ന ആവർത്തന ചലനം, ഉണ്ടാകുന്ന ആവർത്തന ചലനം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഗിറ്റാറിന്റെ കമ്പിയിൽ കൈ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ആവർത്തന ചലനം. ഗിറ്റാറിന്റെ കമ്പിയിൽ കൈ കൊണ്ട് തട്ടുമ്പോൾ എന്ത് ചെയ്യാ? കൈ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ആവർത്തന ചലനം. മനസ്സിലാവുന്നില്ലേ? സെറ്റല്ലേ? ഓക്കെ, ഉണ്ടാകുന്ന ആവർത്തന ചലനം, കൈ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ആവർത്തന ചലനം. ഓക്കെ സർ, ക്ലിയർ ആണ്, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഓക്കെ സർ. ഇവിടെ ചെറിയ തെറ്റ് പറ്റിയാണ് കേട്ടോ, എന്തൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്, ഇപ്പൊ ശ്രദ്ധിക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത പറയാൻ വേണ്ടി പോകണം എന്താണ്? പെൻഡുലം, സോറി പീരിയഡ്. എന്താണ് പീരിയഡ് പറഞ്ഞു കഴിഞ്ഞാല്? സർ ഞങ്ങൾക്കറിയാം പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അറിയോ? ഇല്ല, ഞങ്ങൾ പഠിക്കുന്നുള്ളൂ സർ. എന്താ പീരിയഡ് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോളൂ കേട്ടോ. അതായത് ഇപ്പോ ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു ഇത് വീണ്ടും എടുത്തു. ഇത് മനസ്സിലാൻ വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ, ഇത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ആംപ്ലിറ്റ്യൂഡ്. മനസ്സിലായി? ഈ ടൈം പീരീഡ് അല്ലെങ്കിൽ പീരീഡ് എന്ന് പറയും. എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇവിടെ ഇതിങ്ങനെ പോയി, ഇവിടെ അതാണ് ഒരു ഓസിലേഷൻ, 2 ഓസിലേഷൻ, 3 ഓസിലേഷൻ. അപ്പോ ഞാൻ ഇവിടെ തുടങ്ങിയപ്പോൾ ടൈം വാച്ച് ഓൺ ആക്കി, ഇവിടെ വീണ്ടും ഓഫാക്കി, ഒരു ദോലനം കഴിഞ്ഞപ്പോൾ ഓഫാക്കി നോക്കി. അപ്പോ ടൈം നോക്കി, ആ ടൈമാണ് ടൈം പീരീഡ്. മനസ്സിലായില്ലേ സാർ? ഒന്നുകൂടി പറഞ്ഞു. അതായത് ഇവിടെ തുടങ്ങി തിരിച്ചിങ്ങോട്ട് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഇവിടെ തുടങ്ങി തിരിച്ചിങ്ങോട്ട് എത്തിയപ്പോ അതിന് എത്ര സമയം എടുത്തോ അതാണ് എന്ത്? ടൈം പീരീഡ്. ഒന്നുകൂടി ബെറ്റർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓസിലേഷൻ ആവശ്യമായ സമയം അല്ലെങ്കിൽ ഒരു ദോലനത്തിന് ആവശ്യമായ സമയമാണ് നമ്മുടെ ടൈം പീരീഡ്. ഇപ്പൊ നിങ്ങള് സ്കൂളിലൊക്കെ പീരീഡ് ഉണ്ടാവും. എന്താ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സബ്ജക്ട് തീർക്കാൻ, ഒരു സബ്ജക്ട് ക്ലാസ് എടുക്കാൻ ആവശ്യമായ സമയം. അതേപോലെ ഇവിടെ ഒരു ഓസിലേഷൻ ആവശ്യമായ സമയം അല്ലെങ്കിൽ ഒരു ദോലനത്തിന് ആവശ്യമായ സമയം, അതാണ് ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടൈം വാച്ച് ഓൺ ആക്കി ഇവിടെ ഓഫാക്കി, അപ്പൊ എത്ര സമയം എടുത്തു? ആ സമയമാണ് ടൈം പീരീഡ്. അപ്പൊ സാർ നമുക്ക് മനസ്സിലായി ഒരു ഓസിലേഷൻ ആവശ്യമായ സമയമാണ്, ഒരു ദോലനത്തിന് ആവശ്യമായ സമയമാണ് ടൈം പീരീഡ്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയും പീരിയഡ് എന്ന് പറയും. ഈ പീരിയഡിനെ നമ്മൾ എന്ത് ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നോ? ക്യാപിറ്റൽ ലെറ്റർ ടി കൊണ്ട് സൂചിപ്പിക്കും. ഇതാണ് ടൈം പീരീഡിന്റെ യൂണിറ്റ് അല്ല ടൈം പീരീഡിന്റെ സിമ്പിൾ. നമ്മൾ എന്താ എടുക്കുന്നത്? ടൈമിൽ അളക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ എസ് യൂണിറ്റ് എന്താ കാര്യം? സെക്കൻഡ് ആയിരിക്കും. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഇവിടെ പറയുന്നത് നോക്കിക്കോളൂ. ദ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ ഇസ് കോൾഡ് പീരിയഡ്. ഇറ്റ് സിമ്പിൾ ഈസ് ടി. എസ് ഐ യൂണിറ്റ് ഓഫ് ദ പീരിയഡ് ഈസ് സെക്കൻഡ്. സമയമാണ് നോക്കുന്നത്. സമയത്തിന് എസ് യൂണിറ്റ് എന്താണ്? നമ്മൾ എന്തിനാ പറയാ? സെക്കൻഡിലാണ് ഫിസിക്സിൽ എപ്പോഴും പറയാ. ഓക്കെ സർ, മനസ്സിലായി. ദോലനത്തിന് ആവശ്യമായ സമയത്തെ പീരിയഡ് എന്ന് പറയുന്നു. ഇത് ടി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. പീരിയഡ് അളക്കുന്നത് സെക്കൻഡ് എന്ന യൂണിറ്റ് ഉപയോഗിച്ചാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ സർ, മനസ്സിലാവുന്നത് ക്ലിയർ ആണ്. നമ്മൾ ആംപ്ലിറ്റ്യൂഡും പഠിച്ചു, എന്തും പഠിച്ചു, ടൈം പീരീഡും പഠിച്ചു.
ഇനി അടുത്ത പഠിക്കാൻ പോണം എന്താടാ നോക്കിക്കോളൂ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പഠിക്കാം കേട്ടോ. അടുത്തത് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, അടുത്ത കാര്യം പഠിക്കാം. അതിന് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? ഇഫ് എ പെൻഡുലം takes 30 seconds to complete 15 oscillation, how long does the time to complete one oscillation? എന്താ പറഞ്ഞത്? 15 ദോലനങ്ങൾക്ക് 30 സെക്കൻഡ് സമയം എടുക്കുന്ന ഒരു പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കും? സർ ഒന്നുകൂടി മനസ്സിലാക്കി തരി. ഇത്രടാ ഒരു പെൻഡുലം ഉണ്ട്, ഒരു പെൻഡുലം. ഈ പെൻഡുലത്തിന് എന്താണ് 30 സെക്കൻഡ് 15 ഓസിലേഷൻ ചെയ്യണം. 1 2 അങ്ങനെ 30 എന്ത് ചെയ്തു? ഓസിലേറ്റ് ചെയ്യിപ്പിച്ചു, ദോലനം ചെയ്യിപ്പിച്ചു. അതിന് എത്ര സമയം ആവശ്യം വന്നു? 30 സെക്കൻഡ് ആവശ്യം വന്നു. അത് പറഞ്ഞു 30 സെക്കൻഡ്. ടേക്ക് 30 സെക്കൻഡ് കംപ്ലീറ്റ് 15 ഓസിലേഷൻ. 15 ആട്ടം ആടാന് എത്ര സെക്കൻഡ് വേണം? 30 സെക്കൻഡ് വേണം. അങ്ങനെയാണെങ്കിൽ അതിന് ടൈം പീരീഡ് എങ്ങനെ കാണാൻ? എടാ ഒരു ആട്ടത്തിന് ആവശ്യമായ സമയമല്ലേ ടൈം പീരീഡ്. അങ്ങനെ 30 ആട്ടം നമ്മൾ എന്തേ കാണുക? ടോട്ടൽ ടൈം ആകെ എത്ര സമയത്ത് എത്ര ആട്ടാടി നോക്കിയാൽ പോരെ. എങ്ങനെ കാണുക? ആകെ സമയം ബൈ ദോലനങ്ങളുടെ എണ്ണം. ആകെ എത്ര സമയം. അപ്പോ നമ്മുടെ പീരീഡ് കാണുന്ന ഇക്വേഷൻ ആണ് ടോട്ടൽ ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. മനസ്സിലാക്കുക, ആകെ സമയം ബൈ ദോലനങ്ങളുടെ എണ്ണം. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ എങ്ങനെ കാണാ നോയിക്കോളൂ. അതായത് ഇവിടെ ടോട്ടൽ ടൈം എത്രയാണ് സർ? അവർ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എഴുതിച്ചു ടോട്ടൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ 30 സെക്കൻഡ് ആണ്. പിന്നെ എത്ര നമ്പർ ഓഫ് ഓസിലേഷൻ എന്ന് കാണിച്ചു. എത്രടാ? 15 ആണ്. അങ്ങനെയാണെങ്കിൽ സർ ടോട്ടൽ ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ അല്ലേ? 30/15 എത്ര കിട്ടും? 30 എത്ര 15 ഉണ്ട്? 2 പ്രാവശ്യം. 2 എന്താണ്? സെക്കൻഡ് അല്ലേ, ടൈം പീരീഡ് അല്ലേ കാണുന്നത്. ആ സർ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തിനാണ് 30/15 മലയാളത്തിലുണ്ട് 2 സെക്കൻഡ്. ഓക്കെ, അപ്പോ ഒരു ടൈം പീരീഡ് കാണുന്നുണ്ടെങ്കിൽ ഒരു ഇക്വേഷൻ പഠിച്ചു. എന്താ ഇക്വേഷൻ? ടോട്ടൽ ടൈം ആകെ എത്ര ടൈമാണ്. അപ്പൊ 30 ഓസിലേഷൻ എത്ര ടൈമാണ് പിടിച്ചു തരുന്നത്? 30 ഓസിലേഷൻ 15 സെക്കൻഡാണ് പറഞ്ഞത്. അപ്പൊ ടോട്ടൽ ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ എന്ത് കിട്ടും? ടൈം പീരീഡ് കിട്ടും. സെറ്റാണോ? മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ ആണ് സർ. അപ്പോ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഷോർട്ട് ആക്കിയിട്ട് ഇക്വേഷൻ പഠിച്ചു വെക്കുക, നല്ലതാണ്. TT/N എന്ന് പഠിച്ചാൽ എന്താണ്? TT/N. സ്മോൾ ടി ടൈം പീരീഡ്, ക്യാപിറ്റൽ ടി എന്താണ്? ടൈം പീരീഡ്. സ്മോൾ ടി എന്താണ്? ടൈമാണ്. TT ഇവിടെ രണ്ടും എന്താണ്? ടി ആണ് വരുന്നത്. ഇപ്പൊ TT/N എന്ന് പഠിച്ചത് TT/N എന്താണ്? TT/N. T=T/N എന്നാണ്. അപ്പൊ TT/N എന്ന് പഠിക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ സർ, സെറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി പറയുന്നുണ്ട്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കാം, വീട്ടിൽ നിങ്ങൾ ചെയ്ത് നോക്കാം. പക്ഷെ എന്ത് വേണമെന്നോ ഇവിടെ ചെറിയൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ എന്ത് പറയുന്നത്? 15 ഓസിലേഷൻ തന്നെ പറയണത്. പക്ഷെ ടൈം വേണ്ട 1 മിനിറ്റ് ആണ്. സാറിന് മിനിറ്റിൽ പറയുമ്പോൾ നമ്മൾ എന്തിലേക്ക് മാറണം? സെക്കൻഡിലേക്ക് മാറണം. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഫിസിക്സിൽ എപ്പോഴും ടൈം മിനിറ്റിൽ തരികയാണോ അതിന് എന്തൊക്കെ മാറി ചെയ്യാൻ പറ്റുള്ളൂ? സെക്കൻഡിലേക്ക് മാറിയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കണം. അതിനാണ് ഇവിടെ ചെറിയൊരു കാര്യം ചെയ്തുതരാം, ഹിന്റ് ചെയ്തുതരാം. T=1 മിനിറ്റ് ആണ്. 1 മിനിറ്റ് ആണ്. പക്ഷെ സെക്കൻഡിലേക്ക് മാറണ്ടേ? അപ്പൊ എന്ത് ചെയ്യുന്നോ? 1 മിനിറ്റ് ആണ് എത്ര സെക്കൻഡാ? 60 സെക്കൻഡ് അല്ലേ? അപ്പൊ 60 ഗുണിക്കുക. അപ്പൊ 1 × 60 60 സെക്കൻഡ്. അപ്പൊ ടൈം എന്താക്കി എടുക്കണം? 60 സെക്കൻഡ് ആക്കി എടുക്കണം. ബാക്കി നിങ്ങൾ ചെയ്യാം. അത് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകണം എന്താടാ? ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി. ആവൃത്തി പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇത്രേ ഉള്ളൂ, നോക്കിക്കോട്ടോ. അതായത് ഇപ്പൊ ഇതിനെ പിടിച്ചു, ഒരു സെക്കൻഡ് സമയം കൊടുത്തു. ഒരു സെക്കൻഡ് സമയം ഇയാൾ എത്ര വട്ടം ആടുന്നു, എത്ര വട്ടം ഓസിലേറ്റ് ചെയ്യുന്നു, എത്ര വട്ടം ദോലനം ചെയ്യുന്നു, അതിന്റെ എണ്ണമാണെന്ത്? ഫ്രീക്വൻസി. ഇപ്പൊ ഒരു സെക്കൻഡ് സമയം കൊടുത്തപ്പോ ഒരു സെക്കൻഡ് സമയത്തിൽ 10 വട്ടം അടിച്ചരിച്ചോ 10 ആണ് ഫ്രീക്വൻസി. ഇനി ഒരട്ടം അടിച്ചരിച്ചോ 1 ആണ് ഫ്രീക്വൻസി. അപ്പൊ ഒരു സെക്കൻഡ് സമയത്തിനുള്ളിൽ ഒരു പെൻഡുലം എത്ര വട്ടം ആടുന്നോ അതിന്റെ എണ്ണാണെന്ത്? ഫ്രീക്വൻസി. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഞാൻ ഇതിന് ഒരു സെക്കൻഡ് സമയം കൊടുക്കാട്ടോ. ഒരു സെക്കൻഡ് സമയം കൊടുക്കുകയാണെങ്കിൽ 1 2 2 ആടി. അപ്പൊ 2 ആണ് ഇതിന്റെ ഫ്രീക്വൻസി. ഓക്കെ, ഈ ഫ്രീക്വൻസിയെ നമ്മൾ എന്ത് ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും? സ്മോൾ ലെറ്റർ F കൊണ്ട് സൂചിപ്പിക്കും. സ്മോൾ ലെറ്റർ F കൊണ്ട് സൂചിപ്പിക്കും ആവൃത്തിയെ. അതിന്റെ യൂണിറ്റ് ആണ് ഹെർട്സ്. എന്താണ്? ഹെർട്സ്. സർ, ഈ ഹെർട്സ് എന്നുള്ളത് ഞങ്ങൾ വേറെ എവിടെയോ കേട്ടണല്ലോ. സൗണ്ടിന്റെ യൂണിറ്റ് പറഞ്ഞപ്പോ അല്ലേ? സൗണ്ടിന്റെ യൂണിറ്റ് അല്ല ഞാൻ പറഞ്ഞിരുന്നു. സൗണ്ടിന്റെ യൂണിറ്റ് കറക്റ്റ് അല്ല, എന്നാലും ഹെർട്സ് മനസ്സിലാക്കണം പറഞ്ഞില്ലേ? 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ് മനുഷ്യന്മാർ കേൾക്കാൻ പറഞ്ഞിരുന്നു. അപ്പോ സോറി, ഫ്രീക്വൻസി എന്ന് പറഞ്ഞടാ ഹെഡ്സ് എന്നറിയോ? ഈ ഫ്രീക്വൻസി ഒരു സെക്കൻഡ് ഉണ്ടാകുന്ന ഓസിലേഷന്റെ എണ്ണല്ലേ? അപ്പൊ ഒരു സെക്കൻഡ് സമയത്തിൽ കുറെ വട്ടം ഓസിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കൂടും? ഫ്രീക്വൻസി കൂടുതൽ. ഒരു സെക്കൻഡ് സമയം കൊടുത്തു, ഒരു സെക്കൻഡ് സമയത്ത് നന്നായിട്ട് കുറെ വട്ടം ഓസിലേറ്റ് ഉണ്ടെങ്കിൽ ഇതിന്റെ സ്പീഡ് ആടണ്ടേ? സ്പീഡ് ആടുമ്പോ ഇതിന് എന്ത് കൂടാണ് ശരിക്കും?
വൈബ്രേഷൻ കൂടല്ലേ, വൈബ്രേഷൻസ് ആണെന്ത് സൗണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് യൂണിറ്റ് വന്നത്, ഹെഡ്സ് എന്നുള്ള യൂണിറ്റ് വന്നത്. അപ്പോൾ ഫ്രീക്വൻസിയും സൗണ്ടും തമ്മിലുള്ള ബന്ധം മനസ്സിലായോ? അതിനാണ് ഇതൊക്കെ പറഞ്ഞത്. അപ്പോ ഫ്രീക്വൻസി ആയിരിക്കില്ല, ആവർത്തിയാണ് ഒരു സെക്കൻഡ് സമയത്ത് ഉണ്ടാകുന്ന ഓസിലേഷൻ ആണ്. ഓസിലേഷൻ പറഞ്ഞാൽ എന്താണ്, വൈബ്രേഷൻ അല്ലേ, ദോലന കമ്പനങ്ങളല്ലേ ആണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ 100 വൈബ്രേഷൻ പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ എത്ര പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്യും. ഒരു സെക്കൻഡ് 100 പറഞ്ഞാല് ഒരു സെക്കൻഡ് കുറഞ്ഞ സമയമുള്ളൂ. ആ സമയം കൊണ്ട് ഇങ്ങനെ എത്ര വട്ടം 100 എത്ര വട്ടം ആണ് 100 വട്ടം ആടണ്ടേ. അപ്പോൾ ഇതിന്റെ സ്പീഡ് എത്രയേക്കാരം, വൈബ്രേഷൻ സ്പീഡ് കൂടൂലേ. വൈബ്രേഷൻസ് ആണ് എന്ത് സൗണ്ട്. ചെറുതായിട്ട് സൗണ്ട്, നന്നായിട്ട് ബ്രേറ്റ് ചെയ്താലോ നല്ല സൗണ്ട്. സർ മനസ്സിലായി. അപ്പൊ ആവൃത്തിയും സൗണ്ടിലൊരു ബന്ധം മനസ്സിലായല്ലോ, അല്ലെങ്കിൽ ഫ്രീക്വൻസി സൗണ്ടിലൊരു ബന്ധം മനസ്സിലായല്ലോ. സർ മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾ ഹെഡ്സിൽ നേരത്തെ എന്ത് ചെയ്തത്, സൗണ്ടിന്റെ നമ്മൾ എന്ത് പറഞ്ഞത്, ഒരു 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയാണ് സൗണ്ടിന്റെ ലെവൽ എന്ന് പറഞ്ഞത്. അപ്പൊ ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ സൗണ്ട് കൂടും, ഫ്രീക്വൻസി കുറഞ്ഞാൽ എന്ത് ചെയ്യും, സൗണ്ട് കുറയും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു സെക്കൻഡിൽ ഒരു വട്ടം ആടുള്ളൂ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇത്രേ ഉള്ളൂ. ആടത്തിന്റെ സ്പീഡ് വളരെ കുറവാണ്. കമ്പനാണിത്, കമ്പന അങ്ങോട്ടും ഇങ്ങോട്ടും ആടില്ലേ, കമ്പനല്ലേ, വൈബ്രേഷൻ അല്ലേ, വൈബ്രേഷൻ വളരെ കുറവാണ്. അപ്പൊ സൗണ്ടും കുറയും. ഓക്കെ സർ മനസ്സിലായി. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, നോയിക്കോളൂ, the number of oscillation in 1 second is called frequency. The SI unit of frequency is hertz. ഫ്രീക്വൻസിന്റെ യൂണിറ്റ് എന്താണ്, ഹെഡ്സ് ആണ്. HZ എന്ന് കാണിക്കട്ടെ സ്റ്റാർട്ട് ആയിട്ട്. The frequency is denoted by letter F. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ആവൃത്തിയുടെ SI യൂണിറ്റ് ഹെഡ്സ് ആണ്. ആവൃത്തിയെ സൂചിപ്പിക്കുന്നത് F എന്ന അക്ഷരം കൊണ്ടാണ്. ഓക്കെ സർ ക്ലിയർ ആണ്, മനസ്സിലാകുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ ഒരു പിക്ചർ കാണുന്നുണ്ട് നിങ്ങൾ. നമ്മളെ ഈ കൊതുകും അതേപോലെ തേനീച്ചൊക്കെ ഇങ്ങനത്തെ സൗണ്ട് ആക്കുന്നില്ലേ, ഓല എങ്ങനെയും കറിയാം, ഓല ചിറക് ഇങ്ങനെ അടിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. എന്താണ്, ഓസിലേഷൻ അല്ലേ, മുന്നോട്ടും ഇങ്ങോട്ടും അല്ലേ, ദോലനല്ലേ, ദോലനം. ഒരു സെക്കൻഡിൽ 200, 250, 300, 300 ഇതിന്റെ അടിയിലുള്ള കൊതുകിൻ്റെതും അതേപോലെ ഹണിബിന്റെ ഒക്കെ വരുന്നത്. അത്ര വട്ടം നിങ്ങൾ ആലോചിച്ച് നോക്കി, 150 വട്ടാണെങ്കിൽ ഒരു സെക്കൻഡിൽ വല്ല 150 പ്രാവശ്യം വരെ ചിറകടിക്കും ഒരു സെക്കൻഡിൽ. അപ്പൊ അതിന്റെ കമ്പനത്തിന്റെ സ്പീഡ് എത്രയാണ്? ഇപ്പൊ വൈബ്രേഷൻ കൂടല്ലേ, ഫ്രീക്വൻസി കൂടില്ലേ, അപ്പൊ എന്തുണ്ടാകും, സൗണ്ട് ഉണ്ടാകും. സർ മനസ്സിലായി, ക്ലിയർ ആവുന്നുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇവരൊക്കെ സൗണ്ട് ആകണല്ലോ, ഇവര് വായോണ്ട് ഇങ്ങനെ ഉണ്ടാക്കണല്ലോ, ചിറക് ഇങ്ങനെ അടിക്കുമ്പോൾ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നതാണ്. ഓക്കെ സർ മനസ്സിലായി. എന്നൊരു പിക്ചറോട് കൊടുത്തു കേട്ടോ. അങ്ങനെ ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. എന്താണ് ഈ ഫ്രീക്വൻസി കാണാനുള്ള പിന്നെ ഇക്വേഷൻ എന്താ, നേരെ തിരിച്ച്, നേരത്തെ ടൈം പീരീഡ് കണ്ടിട്ട് നേരെ തിരിച്ച് എന്താണ്, F is equal to, ഇവിടെ പറയുന്നുണ്ട് ഇക്വേഷൻ, ഇവിടെ പറയുന്നത് ഫസ്റ്റ് ഇക്വേഷൻ നോക്കിക്കോട്ടോ. F is equal to നമ്പർ ഓഫ് ഓസിലേഷൻ ബൈ ടൈം. നേരെ തിരിച്ചായിരുന്നു, ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. ഇവിടെ നേരെ ഉൾട്ടാക്കി, നമ്പർ ഓഫ് ഓസിലേഷൻ ബൈ ടൈം ആയി. അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇഫ് എ പെൻഡുലം ഓഫ് കംപ്ലീറ്റഡ് 16 ഓസിലേഷൻ അല്ലേ ഇൻ 20 സെക്കൻഡ്, ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് പെൻഡുലം. എന്താ പറഞ്ഞത്, 50 ദോലനങ്ങൾക്ക് 20 സെക്കൻഡ് സമയം എടുക്കുന്നു. 50 വട്ടം ഇങ്ങനെ ആടാൻ എത്ര നേരം, 20 സെക്കൻഡ് സമയമുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പെൻഡുലത്തിന്റെ ആവൃത്തി എത്ര, ഫ്രീക്വൻസി എത്ര. അപ്പൊ എന്താ കാണേണ്ടത്, കാണേണ്ടത് ഇതൊക്കെ F ആണ് കാണേണ്ടത്. എന്തൊക്കെ തന്നു, സർ ഇവിടെ തന്നു നമുക്ക് 20 സെക്കൻഡ് ടൈം തന്നിട്ടുണ്ട്. ടൈം എത്രയാണ്, 20 ആണ്. പിന്നെ എന്തൊക്കെ തന്നത്, ഓസിലേഷൻ നമ്പർ ഓഫ് ഓസിലേഷൻ പറഞ്ഞു, എത്രയാണ്, 60 ആണ്. 50 അല്ല 60 ആണ്. ഓക്കെ സർ. അപ്പൊ എന്താ ഇക്വേഷൻ, നമ്പർ ഓഫ് ഓസിലേഷൻ എത്രയാണ്, 60 ബൈ 20. 60 ബൈ 20 എത്രയാടാ, 2 ൽ 2, 6 2 3. അപ്പൊ ഈ 0 കട്ട് ചെയ്ത് പോയി. അപ്പൊ എത്ര ഉണ്ടാകുള്ളൂ, 3 ഹെഡ്സ് അല്ലെ. ഹെഡ്സ് ആണ് യൂണിറ്റ് ഇടാൻ മറക്കരുത്. അപ്പൊ ഇവിടെ ചെറുതാക്കി മനസ്സിലാക്കണം, F is equal to നമ്പർ ഓഫ് ഓസിലേഷൻ N എന്ന് പറയും. നമ്പർ ഓഫ് ഓസിലേഷൻ എന്താണ്, N ബൈ സമയം എന്താണ്, T. അപ്പൊ F is equal to N by T ആണ്. മറ്റെന്തായിരുന്നു, T is equal to T by TT മേലും ഇവിടെയും എന്താ വരിക, ഇവിടെയും T ആ വരിക, ഇവിടെയും T ആ വരിക. ഇവിടെ T വരികയാണെങ്കിൽ മേലെ എന്തേ കാരണം, T കാരം. ഇവിടെ T അല്ലെങ്കിൽ മേലെ T ആവൂല, മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ നേരത്തെ TT by N, ഇത് നേരെ തിരിച്ച്. F ആകുമ്പോൾ ഇവിടെ F ആകുമ്പോൾ ഇവിടെ മേലെ T വരുമോ, ഇല്ല, താഴെ T വരിക. ഇവിടെ T വരികയാണെങ്കിൽ എന്തേ കാരം, മേലും T വരും. ഇവിടെ T വരൂല്ലെങ്കിൽ അവിടെ T വരിക, താഴെ T വരെ, മനസ്സിലാക്കിയേക്കാം. ഇക്വേഷൻ മാറരുത്. സെറ്റ് ആണല്ലോ സർ, ക്ലിയർ ആണ്, മനസ്സിലാവുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാം. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്നോ, ഇവിടെ നമ്മൾ 2 മിനിറ്റാ പറയുന്നത് ക്വസ്റ്റ്യൻ. 2 മിനിറ്റ് നമ്മൾ എന്തൊക്കെ മാറണം, സെക്കൻഡിലേക്ക് മാറണം. എത്രയോട് ഗുണിച്ചാൽ മതി, 60 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ടൈമിനൊന്ന് മാറ്റണം. ഹിന്റ് തരാം. എന്താ ഹിന്റ്, ഇവിടെ 2 മിനിറ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, അതിന് നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് കൊണ്ട് ഗുണിക്കണ്ടേ. അപ്പോ
2 × 60 സെക്കൻഡ്. സെക്കൻഡോട് സെക്കൻഡ് ആക്കണം എന്ത് മതി? 60 ഗുണിച്ചാൽ മതി. ഇപ്പൊ 2 × 6 12 120 സെക്കൻഡിൽ ചെയ്യണം. ക്ലിയർ ആണല്ലോ? അപ്പൊ സർ മനസ്സിലായി. മിനിറ്റിന് സെക്കൻഡൊക്കെ മാറി എന്ത് ചെയ്താൽ മതി? നമ്മള് എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 60 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? അപ്പൊ നിങ്ങൾ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സാധനം കാണാറുണ്ടാവും. നിങ്ങൾ സ്കൂളിൽ പരിപാടിയൊക്കെ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ നമ്മളെന്ത് ചെയ്യണം? ഫ്രീക്വൻസി ഇങ്ങനെ സെറ്റ് ചെയ്യാം. അവിടെ പോയാൽ ഹെഡ്സ് ഒക്കെ നമ്മളിങ്ങനെ കാണും. ഫ്രീക്വൻസി അവിടെ എങ്ങനെ എന്ത് ചെയ്യുന്നത്? നമ്മളെ സൗണ്ട് കൂട്ടും കുറക്കും ചെയ്യുന്നത് സൗണ്ട് വൈബ്രേഷൻസ് ആണ്. വൈബ്രേഷൻസ് എന്താണ്? ഫ്രീക്വൻസിയുമായിട്ട് ബന്ധമുണ്ട് അല്ലേ? എന്താ ഫ്രീക്വൻസി, എന്താ ആവൃത്തി പറഞ്ഞാല് ഒരു സെക്കൻഡ് ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണം, ഒരു സെക്കൻഡ് ഉണ്ടാകുന്ന ഓസിലേഷന്റെ എണ്ണം. അപ്പൊ അതിനെ കൂട്ടാനും കുറക്കാനൊക്കെ എന്ത് ചെയ്യും? ഇതിന് പറ്റും സാധനത്തിന്. ക്ലിയർ ആണല്ലോ? ഓക്കെ സർ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഭാഗത്തേക്ക് പോകണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ലെറ്റ് ഫൈൻഡ് ദ പീരീഡ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് പെൻഡുലം സിംഗ് at low amplitude. Complete the table 1.1. Doing an experiment. Simple pendulum, meter scale and stopwatch. മനസ്സിലാക്കാം. കുറഞ്ഞ ആയതിൽ ഒരു പെൻഡുലം ദോലനം ചെയ്യിപ്പിച്ച് പെൻഡുലത്തിന്റെ പീരീഡ് ആവർത്തിവ് കണ്ടെത്തിയാലോ? ഒരു പരീക്ഷ ചെയ്യാൻ വേണ്ടി പറയാണ്. സിമ്പിൾ പെൻഡുലം, മീറ്റർ സ്കെയിൽ, സ്റ്റോപ്പ് വാച്ച്, ഇതാണ് വേണ്ടത്. ഇവ ഉപയോഗിച്ച് പരീക്ഷണം പ്രവർത്തനത്തിലൂടെ പട്ടിക പൂർത്തിയാക്കും. സിമ്പിൾ ആണ്. ഇവിടെ ഒരു പട്ടിക ഉണ്ടാവും. കണ്ടോ? ഇവിടെ ഒരു പട്ടിക കണ്ടോ? ആ സർ കണ്ടോ? ഈ പട്ടികയിൽ പറയുന്നത് ശ്രദ്ധിക്കാം. ദ ലെങ്ത് ഓഫ് ദി പെൻഡുലം എത്രയാണ്? ഫസ്റ്റ് 10 എടുക്കണം, പിന്നെ 15 ആക്കണം, പിന്നെ 20 ആക്കണം. അതായത് ഈ പെൻഡിലാണല്ലോ, സിമ്പിൾ പെൻഡിലാണല്ലോ. ലെങ്ത് ഓഫ് ദി അളവ് ഇവിടെ ഇങ്ങോട്ടുള്ള അളവ്, ഇതിന്റെ സെൻട്രിക്കൽ അളവ്, അതാണ് പറയുന്നത്. ഇത് എത്ര ഫസ്റ്റ് 10 പറഞ്ഞു, പിന്നെ എത്ര പറയുന്നത് 15, പിന്നെ എത്ര പറയുന്നത് 20. അപ്പോ നമ്മൾ ഫസ്റ്റ് 10 എടുക്കണം, പിന്നെ 15 ആക്കണം, 20. അപ്പൊ നമ്മളൊക്കെ എന്തില്ല അപ്പോ അത് നോക്കി കറക്റ്റ് ഒന്നും വേണം, ഏകദേശം നോക്കാം. 10 എടുത്തേ ഫസ്റ്റ് വിചാരിച്ചോളൂ. എന്നിട്ട് പറഞ്ഞു എത്ര ഓസിലേഷനാണ് പറഞ്ഞത്? ദ ടൈം ടേക്കൺ ഫോർ 10 ഓസിലേഷൻ. 10 ദോലങ്ങൾക്ക് ആവശ്യമായ സമയമാണ് കാണേണ്ടത്. അപ്പോ ഇതിനെന്ത് ചെയ്യാ? 10 ഓസിലേറ്റ് ചെയ്യിപ്പിക്കുക. സ്റ്റോപ്പ് വാച്ച് എന്ത് ചെയ്യാ? ഓൺ ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? ഇതിനെ 1, 2, 3, 4 ഇങ്ങനെ 10 വട്ടം ഓസിലേറ്റ് എത്ര സമയമായി നോക്കുക. ആ സമയം എഴുതിക്കുക. ഞാൻ ഇതിലുണ്ട്, ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലാവും? അപ്പൊ ശ്രദ്ധിക്കുക, നോക്കിക്കോളിട്ട്. ഇങ്ങനെ വരുന്നത് ഞാൻ എന്ത് ചെയ്തു? ഞാൻ എല്ലാം ശ്രദ്ധിച്ചോളി. 10 ലെങ്ത്, ഇതിന്റെ ലെങ്ത് 10 ആക്കി. 10 ആക്കിയപ്പോ ഇത് 10 വട്ടം ആടാൻ എത്ര സമയം എടുത്തു? 2 സെക്കൻഡ്. ഞാൻ നീളം ഒന്നുകൂടി കൂട്ടി 15 ആക്കി. 15 ആക്കിയപ്പോ 10 വട്ടം ആടാൻ എത്ര സമയം എടുത്തു? 4 എടുത്തു. ഒന്നിന് കുറച്ച് കൂടി. ഞാൻ ഇതിന് നീളം 20 ആക്കി. ഒന്നിന് വലിപ്പം കൂട്ടിയപ്പോൾ എന്ത് ചെയ്തു? 10 വട്ടം ആടാൻ വീണ്ടും സമയം എടുത്തു. എത്ര കൂടി? 8 സെക്കൻഡ് സമയം എടുത്തു. അപ്പൊ സർ ചെറിയ വലിപ്പമായപ്പോ 10 വട്ടം ആടാന് കുറഞ്ഞ സമയം മതി. എടാ ചെറുതാവുമ്പോ ഇത്ര ദൂരല്ലേ പോകാനുള്ളൂ. വലുതാവുമ്പോ എന്തെങ്കിലും ഇത്രയും ദൂരം പോകണം, കുറേ ദൂരത്തേക്ക് പോകുമ്പോ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആക്കാനുള്ള സമയം എന്ത് ചെയ്യും? കൂടും. ആ 10 ആകാൻ സമയം എന്ത് ചെയ്യും? കൂടും. ആ സർ, അതുകൊണ്ടാണ് ടൈം ഇങ്ങനെ കൂടി വരുന്നത്. അപ്പൊ ലെങ്ത് കൂടുമ്പോൾ അവിടെ ഒന്നും കൂടുന്നുണ്ട്, ടൈമും കൂടുന്നുണ്ട്. മനസ്സിലായി? ക്ലിയർ ആണല്ലോ? ഇനി എന്താ പറയണെന്ന് അറിയോ? പീരീഡ് കാണാനാണ് പറയുന്നത്. നേരത്തെ പഠിച്ചു TT/N ആണ്. TT/N. അപ്പൊ നമ്മളിങ്ങനെ കാണാൻ വേണ്ടി പോവാണ്. ആകെ സമയം എത്രയാണ്? 2/. എത്ര ഓസിലേഷനാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്? എത്ര ഓസിലേഷനാ? 10. എപ്പോഴും 10 ഓസിലേഷൻ ആകും. 2/10. അപ്പൊ എന്ത് ചെയ്യും? 2/10 എത്രയാണ്? 0.2. എങ്ങനെ 0.2 വന്നു നിങ്ങൾക്കറിയോ? ഇവിടെ 10 അല്ലേ? 10ന് എത്ര പൂജ്യമാണ്? ഒരു പൂജ്യം. അപ്പൊ ഒരു സ്ഥാനം മാറിയിട്ട് 0 ഇടാം. അത്രയും സെക്കൻഡ്. മനസ്സിലായോ? അതായത് 10ന് ഒരു പൂജ്യം അല്ലേ? ഒരു പൂജ്യം അവിടെ ഒരു സ്ഥാനം, 2ന്റെ സ്ഥാനം മാറിയിട്ട് ഒരു 0 ഇടാം. 0.2. അതാണ് ആൻസർ. അങ്ങനെ കാണാം ഹരിക്കാൻ. ഓക്കെ സർ, മനസ്സിലായി. അതിനാണ് അടുത്ത എന്താടാ? അടുത്ത സർ 4/10 ആണ്. 4/10. എടാ 4/10 പറഞ്ഞതാണ് ഒരു പോയിന്റ് മാറ്റിയിട്ട് എന്ത് ചെയ്യാ? 4 ഇടും. 10 അടിയിൽ 10 ആയതുകൊണ്ട്. അടിയിൽ 100 ആണെങ്കിലോ 2 സ്ഥാനം മാറ്റണം. അപ്പൊ സർ 2 സ്ഥാനം മാറ്റാനില്ലല്ലോ. അപ്പൊ ഒരു 0 കൊടുക്കുക. അതായത് ഇപ്പോ അടിയില് 4/100 ആണെന്നുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുക? 0.04 0 എക്സ്ട്രാ കൊടുക്കും. ഓക്കെ സർ, മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്മളെന്ത് ചെയ്യാം? ഇതാ പിന്നെ 8/10 ഇത്ര കിട്ടും? 0.8 സെക്കൻഡ്. സെക്കൻഡിലാണ്, ടൈം പീരീഡ് ആണ്. മനസ്സിലാവുണ്ടല്ലോ? പീരീഡ് ആണ്. ഓക്കെ. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയ തെറ്റുണ്ട്. തെറ്റ് ചെയ്താൽ ഇവിടെ F ആണ് കേട്ടോ. F. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി എന്താണ്? ഫ്രീക്വൻസി, ആവർത്തിയാണ് കാണുന്നത്. നേരെ തിരിച്ച ചെയ്യേണ്ടത് അല്ലേ? ഇത് താഴെ മേലെ
താഴെ മേലക്കും മേലെ താഴേക്കും ആകും. T/n ആണോ? അല്ല, T=n/t ആണ്. F=n/t ആണ്. അവിടെ F=n/t ആണ്. അപ്പൊ എങ്ങനെ കാണുക? അപ്പൊ സർ സിമ്പിൾ ആണ്. അപ്പൊ ഞങ്ങൾ കാണും ദ്വാരങ്ങളുടെ എണ്ണത്തിലാണ് 10, മേലാണ് 10 വരിക. താഴെ എന്ത് വരും? സമയം എത്ര എന്താ വന്നത്? 2 ആണ്. 10/2 വന്നത്. എടാ 10/2 എത്രയാണ്? 5 ഹെർട്സ് ആണ് അല്ലേ? ആണ്. പകുതി എടുത്താൽ മതി. പിന്നെ എന്താണ് വന്നത്? 10/4 ആണ്. എടാ 10/4 പറഞ്ഞാൽ 10ൽ എത്ര 4 ഉണ്ട്? 2 പ്രാവശ്യം എന്തായാലും പോകും. 2. പിന്നെ 2 പോയിന്റ്. പിന്നെ തരാ, പിന്നെ ബാക്കി 2.5 ഹെർട്സ് കിട്ടും. കിട്ടൂലേ? കിട്ടും. എങ്ങനെ സർ 2.5 ഹെർട്സ് കിട്ടി? ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? അത് നമുക്കൊന്ന് വൃത്തിക്കൊന്ന് പറഞ്ഞു തരുമോ? എടാ 2.5 ഹെർട്സിന് കിട്ടിയത് ഇവിടെ നമ്മൾ എങ്ങനെ ഹരിച്ചതെന്നോ നോയിക്കോളിട്ടോ, നല്ല നോയിക്കോളൂ. 10/4 ആണ്. 4 എത്ര 4 ഉണ്ട്? 1. 10ലോ 2. പിന്നെ 2 ഭാഗം 2/2 10 എത്ര ഉണ്ട്? 2 4 പോകും. എത്ര ബാക്കിയുണ്ട് അവിടെ? ഒന്നൂരി പറയാം കേട്ടോ. ഒന്ന് കൺഫ്യൂഷൻ വന്നിട്ട് തോന്നുന്നുണ്ട്. ഒന്ന് നോക്കിക്കോളൂ. സിമ്പിൾ ആയിട്ട് ശ്രദ്ധിക്കാം. എന്താ പറഞ്ഞത്? 10/4. 10/4. അപ്പൊ 4 എത്ര 4? 1. 10ൽ എത്ര 4? 2. 2 4 പോകും അല്ലെ? അപ്പൊ ഇവിടെ 2 നിട്ടു. ഇത് എത്ര ബാക്കിയുണ്ട്? 10ൽ 4 4 2 ഒരു 8 അല്ലേ അവിടെ ആവുള്ളൂ. 10ൽ എത്ര 4? 2 4 പോകുള്ളൂ. അപ്പൊ 4 4 8 ആവുള്ളൂ. ഇവിടെ എത്ര ബാക്കി ഉണ്ടാവും? അവിടെ ഇവിടെ 2 ബാക്കിയുണ്ട്. ആ 2 നമുക്ക് എന്താണ് ഇവിടെ ബാക്കി വരികയാണ്. വീണ്ടും ഡിവൈഡ് ചെയ്യണം. അപ്പൊ ആ 2 നമ്മൾ ആ 2ൽ 4 പോകില്ല. നമ്മൾ ഒരു 0 ഇട്ടെടുക്കും. അപ്പൊ ഉത്തരത്തിൽ ഒരു പോയിന്റും വരും. അപ്പൊ 20 എത്ര 4 ഉണ്ടാക്കും? 5. അങ്ങനെയാണ് വരിക. 2.5 ആണ് ആൻസർ വരിക. 2.5 ഹെർട്സ്. ഓക്കെ സർ, മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്താടാ? 10/8 വരിക. 10/8. അപ്പൊ 10ൽ എത്ര 8 ഉണ്ട്? 1 എന്തായാലും ഉണ്ട്. 1 ഉണ്ടാവുള്ളൂ. നേരത്തെ പോലെ തന്നെ ചെയ്യാം. 10/8. 8ൽ എത്ര 8? 1. 10ലോ 1 8 പോകുള്ളൂ. ബാക്കി എത്ര ബാക്കി ഉണ്ടാകും? 2 ബാക്കി ഉണ്ടാവും. 2 ഇല്ലേ? 2 ബാക്കിയുണ്ട്. ഇനി ശ്രദ്ധിക്ക. അപ്പൊ ഇവിടെ 1 പോകുള്ളൂ. മനസ്സിലായി? അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ആൻസറിൽ ഞാൻ എന്ത് ചെയ്തു? 1 എഴുതിച്ചു. ഒരു 8 പോകുമല്ലോ. 1 എഴുതിച്ചു. പിന്നെ എത്ര ബാക്കിയുണ്ട്? ഒരു 8ൽ 10ൽ ഒരു 8 പോകുള്ളൂ. 9 10 2 ബാക്കിയില്ലേ? 2 ബാക്കിയില്ലേ? ആ 2ൽ 8 പോകൂല. അപ്പൊ 0 എടുത്തു. അപ്പൊ ഇവിടെ ഒരു പോയിന്റും വേണം. 20ൽ എത്ര 8 ഉണ്ട്? ഒരു 8 2 13 2 16 അല്ലേ? ഇപ്പൊ 2 8 പോകുള്ളൂ. പിന്നീട് സിസ്റ്റം വരണം. അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരാൾക്കും കിട്ടിയില്ലേ? അത് മതി. ക്ലിയർ ആണല്ലോ? 1.2. എങ്ങനെയാണ് പറഞ്ഞു വെച്ചാല് ഒന്നുകൂടി വേണി പറഞ്ഞുതരാം. അറിയാത്തവർക്ക് ഒന്ന് ബാക്ക് അടിച്ച് കണ്ടാലും മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പേഴ്സണലി ചോദിക്കാം കേട്ടോ. ഓക്കെ, മനസ്സിലാവുണ്ടല്ലോ? ഈ ആരണത്തിൽ എന്തെങ്കിലും ഡൗട്ട് എന്ത് ചെയ്യുക? പേഴ്സണലി ചോദിക്കാം. വേണമെങ്കിൽ ഒന്നും പറഞ്ഞുതരാം. 10/8 ആകുമ്പോ 8ൽ ഒരു 8, 10ലോ ഒരു 8 തന്നെ. 10ൽ ഒരു 8 അറിയുമ്പോ പിന്നെ എത്ര ബാക്കിയുണ്ട്? 8 കഴിഞ്ഞാൽ 9 10 2 ബാക്കിയില്ല. അപ്പൊ ഒരു 8 എന്തായാലും പോകും. പിന്നെ എത്ര ബാക്കിയുണ്ട്? 2 ബാക്കിയുണ്ട്. ഈ 2ൽ 8 പോകൂല. അപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ 0 കൊടുക്കാം. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് വിടുന്നു ഉത്തരത്തിൽ. പിന്നെ 20ൽ എത്ര 8 വെക്കാം? 20ൽ എത്ര 2 8 16 2 8 ഉള്ളൂ. പിന്നെ ബാക്കിയില്ല. അപ്പൊ പോയിന്റ് കണ്ടു ഒരാൾക്കും കിട്ടിയാണ് നിർത്താം. 1.2. എത്ര കിട്ടി? 1.2 ഹെർട്സ്. സർ മനസ്സിലായി. സെറ്റാണ്. ഓക്കെ ആണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. ഇത് ഫുള്ള് കാണുന്നില്ലടാ നിങ്ങൾക്ക്? ക്വസ്റ്റ്യൻ കാണാത്ത എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ? ഓക്കെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഇല്ലല്ലോ? ഓക്കെ, സെറ്റാണ്. മനസ്സിലാക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടോ? എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഞാൻ ചെറിയൊരു പ്രോബ്ലം കാണുന്നുണ്ട്. ലെങ്ത് ഓഫ് ദി പെന്നിന്റെ നീളം ജസ്റ്റ് കട്ട് ചെയ്ത് പോണ പോലെ തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാണില്ല. ഇതാണ് അതിന്റെ ഫുൾ ഭാഗം കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ ഇനി ശ്രദ്ധിക്കട്ടോ. ഇനി നോക്കിക്കോളൂ. ഇവിടെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്താ കാര്യം? ഇവിടെ ടൈം പീരീഡ് ഇങ്ങനെ കൂടി വരികയായിരുന്നു. ടൈം പീരീഡ് ഇങ്ങനെ എന്ത് ചെയ്തു? കൂടി വന്നു. ഇല്ലേ? 0.2 സെക്കൻഡ് 0.4 ആയി, 0.8 ആയി. പക്ഷെ അപ്പൊ എന്ത് ചെയ്തു? ഫ്രീക്വൻസി എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരികയാണ്. ടൈം പീരീഡ് കൂടുമ്പോൾ എന്ത് കുറഞ്ഞു? ഫ്രീക്വൻസി കുറഞ്ഞു. ആവൃത്തി കുറഞ്ഞില്ലേ? 5ൽ എന്ത് 1.2 ആയി. ഇവിടെ 2ൽ എന്ത്? ഇത് കൂടിക്കാണ്. അപ്പൊ ഇത് ഇൻക്രീസസ് ആണ്. ഇത് കൂടാണ്. ഇതെന്ത് ചെയ്യുന്നത്? കുറയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ടൈം പീരീഡ് കൂടുമ്പോ
ഫ്രീക്വൻസി എന്ത് ചെയ്യും? കുറയും. ടൈം പീരീഡ് കൂടുമ്പോൾ എന്ത് കുറയും? ആവൃത്തി കുറയും. അത് എന്തുകൊണ്ടാ സർ? എടാ ടൈം പീരീഡ് കൂടുക പറഞ്ഞു കഴിഞ്ഞാലേ ഒരു ആട്ടത്തിന് ആവശ്യമായ സമയം കൂടല്ലേ? ഇങ്ങനെ പോയി ഇങ്ങനെ ആകാനുള്ള സമയം കൂടല്ലേ? അങ്ങനെ ടൈം പീരീഡ് കൂടുമ്പോൾ ഒരു ആട്ടത്തിനുള്ള ഒരു ദോലത്തിനുള്ള അല്ലെങ്കിൽ ഓസിലേഷനുള്ള സമയം കൂടുമ്പോൾ അവിടെ എന്ത് കുറയും? ഫ്രീക്വൻസി കുറയില്ല. കാരണം ഫ്രീക്വൻസി പറഞ്ഞാൽ എന്താണ്? ഒരു സെക്കൻഡിൽ എത്ര വട്ടം ആടുന്നു? എടാ ഇതിന് സമയം കൂടി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഉണ്ടാകുന്ന ഓസിലേഷൻ എന്ത് ചെയ്യും? ദോലനം എന്ത് ചെയ്യും? കുറയാണ് ചെയ്യുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ടൈം പീരീഡ് കൂടിയാൽ എന്ത് കുറയും? ഫ്രീക്വൻസി കുറയും. അപ്പൊ നേരെ തിരിച്ചോ, ഫ്രീക്വൻസി കൂടിയാൽ ആവൃത്തി കൂടിയാലോ? ആവൃത്തി കൂടി എന്ത് കുറയും? ടൈം പീരീഡ് കുറയാണ് ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആവൃത്തി കൂടുതൽ എന്താണ്? ഒരു സെക്കൻഡിൽ കൂടുതൽ പ്രാവശ്യം എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുക. അങ്ങനെ ചലിക്കണം എന്ത് വേണം? ഒരു ദോലനത്തിന് ആവശ്യമായ സമയം ടൈം പീരീഡ് എന്ത് ചെയ്യണം? കുറയണം. പെട്ടെന്ന് ആയി കിട്ടണം ഒരു ദോലനം. ടൈം പീരീഡ് കുറയുന്ന ഒരു ദോലനം പെട്ടെന്ന് ഫാസ്റ്റായി കഴിയുക. ഒരു ദോലനത്തിന് ആവശ്യമായ സമയമാണ് ഇത് പീരീഡ്. ആ പീരീഡ് എന്ത് ചെയ്യുക? ആവശ്യമായ സമയം എന്ത് ചെയ്യുക? കുറയുക. സെക്കൻഡുകൾ കൊണ്ട്, മില്ലി സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക ഒരു ദോലനം. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും? ഫ്രീക്വൻസി കൂടുമ്പോൾ ഒരു സെക്കൻഡിൽ കുറേ വട്ടം ആടും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ സർ, സെറ്റ് ആണ്, ക്ലിയർ ആവുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ ഫ്രീക്വൻസി വെൻ ദ ലെങ്ത് ഓഫ് ദി പെൻഡുലം ഇൻക്രീസസ്? പെൻഡുലത്തിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്തപ്പോ ഇവിടെ എന്ത് കൂടി? ഫ്രീക്വൻസി കുറഞ്ഞു. അതായത് പെൻഡുലം ഇങ്ങനെ നീളം ഇങ്ങനെ കൂടുന്നിടത്തോളം, നീളം ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് കുറയും? ഫ്രീക്വൻസി കാര്യം. കാരണം നീളം കൂടുമ്പോഴാ ഇത്രയും ദൂരം പോയി ആടണ്ടേ. അപ്പോൾ ഒരു ആടത്തിന് കുറെ സമയമാവൂലേ? അപ്പോൾ ഒരു സെക്കൻഡ് ഉണ്ടാകുന്ന ദോലയുടെ എണ്ണം എന്ത് ചെയ്യും? കുറയും. അതാണ് ഫ്രീക്വൻസി. ഒരു സെക്കൻഡ് ഉണ്ടാകുന്ന ഓസിലേഷൻ എണ്ണം കുറയും. അതാണ് ഫ്രീക്വൻസി, ആവൃത്തി അത് കുറയും. അപ്പൊ നീളം കൂടി എന്ത് ചെയ്യും? ആവൃത്തി കുറഞ്ഞു. മനസ്സിലായി? അതാണ് ഇവിടെ പറയുന്നത്. എന്ത് മാറ്റം ഉണ്ടാകും? ഡിക്രീസസ്, ആവൃത്തി കുറയുന്നു. ഓക്കെ സർ, ക്ലിയർ ആണ്, മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ എൻ്റെ കുട്ടി പറയുന്നുണ്ട്, പെൻഡുലത്തിന്റെ നീളം കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു. വെൻ ദ ലെങ്ത് ഓഫ് ദി പെൻഡുലം ഇൻക്രീസസ് ഫ്രീക്വൻസി ഡിക്രീസസ്. സെറ്റാണോ? സെറ്റാണോ? ഓക്കെ സർ, മനസ്സിലായി. അങ്ങനെ എക്സാം ചോദിക്കും, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പീരീഡ് ആൻഡ് ഫ്രീക്വൻസി? പീരീഡും ആവർത്തനം തമ്മിലുള്ള ബന്ധം എന്താണ്? ടൈം പീരീഡ് പറഞ്ഞാൽ പീരീഡ് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ് കേട്ടോ, മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു 1/t. എഫ് ഇസ് ഈക്വൽ ടു 1/t. എന്ത് സംഭവം? എഫ് ഈ സാധനം കൂടിയ സാധനം ചെയ്യും? കുറയും. എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരു സാധനം കണ്ടാൽ മനസ്സിലാക്കണം, ഇത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്, വിപരീത അനുപാതമാണ്. ഇവിടുത്തെ ആള് കൂടിക്കഴിഞ്ഞാൽ ഈ ആളെന്ത് ചെയ്യും? കുറയും. എപ്പോഴും അങ്ങനെയാണ്. ഇവിടുത്തെ ഈ 1/, കണ്ട് ഈ ആള് കൂടിയാൽ ഈ ആള് കുറയും. ഈ ആള് കൂടിയാലോ അപ്പൊ ഈ ആൾ എന്ത് ചെയ്യും? കുറയും. നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവും എപ്പോഴും. അതിനാണ് ഇങ്ങനെ കാണിക്കുക. ആസ് ദ പീരീഡ് ഇൻക്രീസസ് ഫ്രീക്വൻസി ഡിക്രീസസ്. പീരീഡ് കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു. സെറ്റാണോ? മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒന്ന് അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പൊ അതുവരേക്കും എന്ത് ചെയ്യുക? ഒരു ഷോർട്ട് ബ്രേക്ക്.